ഗൾഫുകാരാണ് ഭാഗ്യവാൻ. ഖത്തറിൻ്റെ മണ്ടയ്ക്കല്ലേ പടപട അടിച്ചു കൊടുത്തത്. സ്വോത്രം. അറബ് രാജ്യങ്ങൾ മുഴുവൻ പേടിക്കുന്ന ഇസ്രായേലിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഗാസ ഇസ്രായേൽ സംഘടന ബൈബിളിനകത്തുണ്ടോ? ആമോസ് 1:6-7. ഞാൻ ഗാസയുടെ മതിലിനകത്ത് ഒരു തീയയ്ക്ക് അതിനെ കത്തിച്ച് കളയും. അതാ ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങൾ ബൈബിളും. വ്ളാഡിമിർ പുടിനും കിങ് ജോങ് അത് കഴിഞ്ഞ് ഷീ ജിൻപിങ് പറയുന്നു ഞങ്ങൾ 150 വർഷം ജീവിക്കാനുള്ള ടെക്നോളജിയിലേക്ക് പോവാന്ന്. സന്തോഷമില്ലല്ലോ? അപ്പം നിങ്ങൾ പറയും ആ ടെക്നോളജി പറഞ്ഞുതരാം, സമയമില്ല. 1498 കിലോമീറ്റർ ഇസ്രായേലും ഇറാഖും തമ്മിൽ. ഇസ്രായേലിൻ്റെ ചരിത്രം 2 മിനിറ്റ് എല്ലാവരും കേൾക്കണം. 1 അത്തിയാകുന്ന യഹൂദൻ, 2 എതിർക്രിസ്തു എന്ന ഏകലോക ഭരണം, 3 പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം, 4 ഒരു ഏകലോക മതം ഇവിടെ വരും, 5 നോഹയുടെ കാലത്തെ പോലെ പ്രളയം ഇവിടെ ആഞ്ഞടിക്കും, 6 ലോത്തിൻ്റെ കാലത്തെ പോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങും. ഇതാ കാന്തൻ്റെ വരവിൻ്റെ ചാലികൾ. ഇസ്രായേലിനെ പറ്റിയ അത്തിയെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്നു. 24, 32, 33, 34, 35 ബൈബിൾ കൂടെ ഇരിക്കണം. കാന്തൻ്റെ വരവിൻ്റെ 6 ചാലുകൾ. മത്തായി 24, 32, 33, 34, 35. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവനെടുക്കുമ്പോൾ അതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ്റെ വരവ്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തൻ്റെ വരവിൽ. കർത്താവിൻ്റെ വരവിൻ്റെ 6 ലക്ഷണങ്ങൾ അതിനകത്ത്. അത്തിയുടെ പ്രത്യേകതയെ 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചിട്ടുണ്ട്. 1 അവൻ്റെ രാഷ്ട്രീയം, ബൈബിൾ കോഡ്. ഹോശയ്യ 9:10 കുറിക്കുന്ന കുഞ്ഞുങ്ങൾ, അതാ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം. അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു, ഇസ്രായേൽ. 2 അവൻ്റെ ആത്മീയ മുന്തിരി, യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരന്, അതിൻ്റെ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയുന്നു. 3 അവൻ്റെ സൗന്ദര്യം, അത് താൻ സംഗീതം 128. SS ഇവിടെ കല്യാണം നടക്കുമ്പോൾ ചില ദൈവദാസന്മാർ വായിക്ക്, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നിന്റെ അധ്വാന ഭവനം നെടുമങ്ങാട് ബിവറേജസിലെത്തത്തില്ല, ഭാര്യ കറുത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കത്തില്ല, കുഞ്ഞുങ്ങൾ അരുവിക്കര ചൂണ്ടയിടാനും ഇപ്പോൾ പോകത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതിൻ്റെ അർത്ഥം യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. കുഞ്ഞെ, നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്ത്, നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുത്തായി. ഇസ്രായേലിൻ്റെ സൗന്ദര്യം. സ്വോത്രം. ഇങ്ങനെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ. അപ്പോൾ ആ സമയത്ത് ഉപദേശി എന്തോ ചെയ്യും? നല്ല വാചന വായിക്കും. ഞങ്ങൾ കവർ വരുന്നോന്ന് നോക്കും, നിങ്ങൾ ചിക്കൻ കാലും നോക്കും. മനസ്സിലാകുന്നവർക്കായി. വേർപെട്ട ദൈവമക്കളുടെ കല്യാണത്തിനെല്ലാം വായിക്കുന്ന സങ്കീർത്തനം 128. അങ്ങനെയെങ്കിൽ 3 മരങ്ങളോട് ഇസ്രായേലിൽ. 1 അത്തിരാഷ്ട്രീയം, 2 മുന്തിരി അവൻ്റെ ആത്മീയം, ഒലിവ് അവൻ്റെ സൗന്ദര്യം. ഇന്ന് രാത്രി മത്തായി 27:25 ഇവിടം തൊട്ടാ പ്രഭാഷണം പോകുന്നത്. മത്തായി 27:25 അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. പീലാത്തോസിൻ്റെ അരമനയിൽ 2 കോടികളിൽ 1 യേശു, 2 ബറബാസ്. അവനെ വിട്ടുതരിക, ബറബാസിനെ, യേശുവിനെ ക്രൂശിക്കുക. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ശ്രദ്ധയോടെ മക്കളെ, അവർ ലോകരാജ്യങ്ങൾ ചിതറി. AD 70 ഒന്നാമത്തെ ചിതറക്ക്. AD 135 പൂർണ്ണമായി യഹൂദൻ ചിതറി. എല്ലാവരും അവനെ കൈകാര്യം ചെയ്തു. 1897 ഒരു ചെറുപ്പക്കാരനേറ്റു യഹൂദൻ്റെ വരവിന് വേണ്ടി, അഥവാ ഇസ്രായേൽ ആട്ടം പുനഃസ്ഥാപിക്കാൻ. അവൻ്റെ പേര് തിയോഡർ ഹാരിസൺ. അവനൊരു ബുക്കിലെറ്റ് എഴുതി 14 കൊല്ലം പ്രാർത്ഥിച്ചപ്പോൾ 1910 ഒരു ലോകമഹായുദ്ധം വന്നു. 1-ാം ലോകമഹായുദ്ധം 14 മുതൽ 19 വരെ. അന്ന് ചിയാം വൈസ്മിൻ ആറ്റം ബോംബിൻ്റെ ഒരു ഭാഗമായ TNT ഉണ്ടാക്കി ജർമ്മനിയുടെ കപ്പൽപ്പടയെ തകർത്തു. അങ്ങനെയാ യഹൂദൻ ആദ്യമായിട്ട് അത്തിച്ചടി കുഴിച്ചു വെക്കുവാൻ മടങ്ങി വന്നത്. 1917 നവംബർ മാസം 11 രാത്രി 11 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. 2 ലോകം 2 ചേരിയിൽ 39 മുതൽ 45 വരെ 2-ാം ലോകമഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. അന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കിയത് ഒരു യഹൂദൻ. അവൻ്റെ പേര് ടിക്കോ ഫർമി. പത്രോസിൻ്റെ ലേഖനമെടുത്തു. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ മൂലപദാർത്ഥം കത്തും, ഭൂമിയും അതിലെ സകല പണികളും ബന്ധു പോകും. അമേരിക്കയിലെ ഹാരി എസ് ട്രൂമാനോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് രാഷ്ട്രം തരണം. ഇന്ത്യ വേണോ? വേണ്ട. അത് കഴിഞ്ഞ് ഗൾഫിൽ വേണോ? വേണ്ട. ആഫ്രിക്ക വേണോ? വേണ്ട. കാനഡ വേണോ? വേണ്ട. അവരൊരു അവറാച്ചായം കാലുകുത്തിയ സ്ഥലത്ത് തന്നെ വേണം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ 1948 ഏപ്രിൽ 14 പെസഹ വ്യാഴം 6 കാലുള്ള നക്ഷത്രത്തെ യേശുക്രിസ്തുവിൻ്റെ വരവിനെ ഉയർത്തി കാണിച്ചു. ഡേവിഡ് ബെൻഗൂറിയോൻ പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളർത്തു. ഈ വിഷയമാ ലോകത്തിൽ 3-ാം ലോകമഹായുദ്ധത്തിലേക്ക്. ഇന്നത്തെ നാം ഇവിടെ നിൽക്കുമ്പോൾ 22,700 കിലോമീറ്റർ ഇസ്രായേൽ. അതിൻ്റെ നടുക്ക് ഭാരമുള്ള കല്ല് 671 കിലോമീറ്റർ. അപ്പുറത്ത് 6,700
750 കിലോമീറ്റർ അവിടെ കിടക്കുന്നു. അതിൻ്റെ പേരാ പലസ്തീൻ. യേശു വളർന്ന നസറേത്ത്, അത് കഴിഞ്ഞ് ഗലീല, വെസ്റ്റ് ബാങ്ക്, റമല്ല, അത് കഴിഞ്ഞ് കടലിൻ്റെ പുറത്ത് നമ്മുടെ അരുവിക്കര കിടക്കുന്നത് പോലെ ഒരു ദ്വീപുണ്ട്, അതിൻ്റെ പേരാ ഗാസ. 371 കിലോമീറ്റർ, 23 ലക്ഷം പേർ, 5 പട്ടണങ്ങൾ, എക്രോനുണ്ട്, സഗറുണ്ട്, കാനിയോനിസ് ഉണ്ട്, വെസ്റ്റ് റാഫ, അത് കഴിഞ്ഞ് ഈസ്റ്റ് റാഫ. ഇത്രയുമാ ഇന്നത്തെ പ്രശ്നം. ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി യഹൂദൻ്റെ നേർക്കാര ഹമാസിൻ്റെ പോരാളികൾ ആക്രമണം അയച്ചു. ഇതാ വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധം. അന്നാണ് ബൈബിൾ പ്രവചനം നിവർത്തിയായി. ആമോസ് 2:5, ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരൂശലേമിൻ്റെ അരമനകളെ കത്തിച്ച് കളയും. അത് കഴിഞ്ഞ് ഇന്ന് രാത്രിയും നമ്മൾ ബഥേലിൽ, പ്രിയ ബഥേൽ പവർ ഫസ്റ്റ് കുഞ്ഞുങ്ങൾ ഒരുക്കുമ്പോൾ പത്രവാർത്ത, ഗാസ ഇസ്രായേൽ സംഘടന ബൈബിളിനകത്തുണ്ടോ? ആമോസ് 1:6-7, ഞാൻ ഗാസയുടെ മതിലിനകത്തൊരു തീ അയക്ക്, അതിനെ കത്തിച്ച് കളയും. അതാ ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങൾ ബൈബിളും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി 7 രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ യുദ്ധത്തിലായി. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ജോർദാൻ, 4 സിറിയ, 5 ഇറാൻ, 6 യമൻ, 7 ഖത്തറിൻ്റെ മണ്ടയ്ക്കും അവൻ അടി കൊടുത്തു. മനസ്സിലാക്കുന്നവർക്കായി ഇപ്പോൾ യേശോപ്പച്ചൻ പറഞ്ഞ പ്രവചനം നിവർത്തി. അരുവിക്കരക്കാർ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് അരുവിക്കര കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അതാ ബൊക്കോറാം തീവ്രവാദികൾ ആയിരങ്ങളെ ആഫ്രിക്കയിൽ കൊല്ലുന്നു. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. സന്തോഷമില്ലല്ലോ. ക്ഷാമത്തിൻ്റെ കാര്യം അരുവിക്കര പറയണ്ട. പണ്ട് വെളിച്ചെണ്ണ തലയിൽ തേക്കുമ്പോൾ ആശ്വാസമായിരുന്നു. ഇപ്പോൾ വില കാണുമ്പോൾ ആശ്വാസമല്ല, കണ്ണുനീരാ. മനസ്സിലാകുന്നവർക്കായി. ഭൂകമ്പം കണ്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്പാനിലും എല്ലാം ഭൂകമ്പം. ഇതെല്ലാം കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ, ഈറ്റുനോവിൻ്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഇനി ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിലേക്ക് വരാൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അവനടുക്ക വാതിൽക്കൽ. ഇന്നത്തെ റഷ്യ ഉക്രൈൻ ആര് തീർക്ക്? ഇന്ത്യ പാകിസ്ഥാൻ ആര് തീർക്ക്? അത് കഴിഞ്ഞിട്ട് ഹമാസ് ഇസ്രായേൽ ആര് തീർക്ക്? സാമ്പത്തിക മണ്ഡലം തകരുന്നു. കോവിഡിന് ശേഷം പിന്നെയും രോഗങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ചേട്ടന് ഉലകം കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 1-ാം ലോക മഹായുദ്ധം ഒരുവൻ വന്നു, ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇനി 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിൽ വരും. അവൻ്റെ പേരാ എതിർ ക്രിസ്തു. ബൈബിളിലേക്ക് ദാനിയേൽ പ്രവചനം 8:23-24-25 ബൈബിൾ കൂടെ വെക്കണം. ദാനിയേൽ ദീർഘദർശൻ കടിതം അധികാരം 8 വസനത്തെ വാസിക്കരുത്. 23-24-25 അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ളൊരു രാജാവ് എഴുന്നേൽക്ക്. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയല്ല, പിശാച് അവൻ അധികാരം കൊടുക്കുക. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായത് ചെയ്യുകയും സകലരെ നശിപ്പിച്ച് കളയുന്ന ഒരു ഭരണാധികാരി ഇവിടെ വരാൻ പോകുന്നു. അവൻ്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. ഏകലോക ഭരണം വാതിൽക്കലെത്തി വരാൻ പോകുന്നു. ബാക്കിയൂടെ കേട്ടാട്ടെ എല്ലാവരും. 2024 നിർമ്മല സീതാരാമൻ G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോൾ പറഞ്ഞു, ലോകം ഒരുവൻ്റെ കൊടുത്താൽ നന്നായിരുന്നു. നമ്പർ 1. 2024 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ ഒരു അമ്പലം ഉദ്ഘാടനം നമ്മുടെ ദുബായിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്ത് എമിറേറ്റ്സിൽ പോയി. ചാനലുകാരെല്ലാം വന്ന് ചോദിച്ചു, സാർ ഒരു നല്ല വാർത്ത പറയണം. മോഡിജി ഇതറാക്കെ കച്ചാ ബാത്ത് ബതാനാ ചാഹിയെ. മോഡിജി പറഞ്ഞ കറൻസി വരുന്നോ യുദ്ധം വരുന്നതെന്നല്ല. भाइयों बहनों ये सुनना चाहिए, अपना दुनिया शांति समाधान बरकत मिलने के लिए एक आदमी कुर्सी में बैठेगा अच्छा है. ഒരുവൻ്റെ കയ്യിൽ ഭരണം കൊടുത്താൽ നന്നായി. ബാക്കിയോടെ കേട്ടാട്ടെ. 2024 കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒരു സംഭവം ഉണ്ടായി. G20 അല്ല, ബ്രിക്സ് ഉച്ചകോടി. 3 ചേട്ടന്മാർ ഒരുമിച്ചു. 3 ചേട്ടന്മാർ ഒരുമിച്ച്. ആരൊക്കെയാ? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. അവർ പറഞ്ഞ് ലോകം ഒരുവൻ്റെ കൊടുക്കാം, കറൻസിയും നമുക്ക് മാറ്റാം, നോട്ട് മാറ്റാം, എല്ലാം ക്രിപ്റ്റോ കറൻസിയിൽ വരാം. അപ്പോൾ ഉണ്ട് നമ്മുടെ മോഡി സാറും പുറകെ നിന്ന് പെരിയെ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ച്. കഷ്ടകാലത്തിന് അമേരിക്കയിലെ ട്രംപ് ഇത് വാട്സപ്പിൽ കാണുകയും ചെയ്തു. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടാണ് 2025 സത്യപ്രതിജ്ഞയ്ക്ക് മോഡി സാറിനെ വിളിക്കാഞ്ഞത്. സ്വോത്രം. ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചിലപ്പോൾ കൈ കാണിച്ചാൽ വലിയ കുഴപ്പങ്ങളുണ്ടാവും. മനസ്സിലാകുന്നവർക്കായി. പിന്നെ എസ് ജയശങ്കർ വിചാരിച്ചാൽ മോഡി സാറിനെ റെഡിയാക്കിയത്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു നല്ല വാർത്ത വന്നിരിക്കുക. ഇവർ 3 പേരും, കറിയാച്ചായനും തോമാച്ചായനും അവറാച്ചായനും, സന്തോഷമില്ല കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, വ്ളാഡിമിർ പുടിനും കിങ് ജോങ്, അത് കഴിഞ്ഞ് ഷീ ജിൻപിങ് പറയുന്നു ഞങ്ങൾ 150 വർഷം ജീവിക്കാനുള്ള ടെക്നോളജിയിലേക്ക് പോവുകയാണ്. സന്തോഷമില്ലല്ലോ. അപ്പം നിങ്ങൾ പറയും, ആ ടെക്നോളജി പറഞ്ഞു തരാം, സമയമില്ല. ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. അതിൻ്റെ അർത്ഥം ഈ കർക്കിടക മാസം വരുമ്പം ആയുർവേദ ആശുപത്രിക്കാർ
എല്ലാത്തിനും ഒഴിഞ്ഞ് പിഴിഞ്ഞ് ഞരമ്പ് നാടിയെല്ലാം കിക്കി അടിക്കും. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അതുപോലെ ഇവരൊരു പരീക്ഷണശാലയിൽ കയറാൻ പോവുക. ഇവരെ ഇന്നത്തെ ബ്ലഡ് ഊറ്റിയെടുത്തിട്ട് 20 വയസ്സുള്ളവൻ്റെ ബ്ലഡ് കൊടുത്താൽ ഒരു 70 വർഷവും കൂടെ ജീവിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ എവിടം വരെയായി? പണമുള്ള കേരളത്തിലെ അച്ചായന്മാരും അവരെ സമീപിച്ചാൽ മതി. 90 മാറാൻ പോവുക. സഖാവ് VS 101 കിട്ടിയോളൂ. കാശുള്ളവർക്ക് ഒരു 50 വർഷവും കൂടെ ജീവിക്കാം. ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. നിങ്ങൾ ഒരു ചൂളക്കകത്ത് കിടക്കുന്ന പോലെ MRI അടിക്കുന്ന പോലെ കിടത്തും. കൈയും കാലും ഞെക്കിപ്പിടി. ഒരു സൈഡിൽ കൂടെ പഴയ രക്തം ഊറ്റും, പുതിയ രക്തം നല്ല കൊച്ചു പയ്യൻ്റെ ഓടി നടക്കുന്ന പയ്യൻ്റെ രക്തം കയറ്റും. 150 വർഷം ജീവിക്കാം. 3 നേതാക്കൾ. ലോകം തീരാറായി. മരണത്തെയും വെല്ലുവിളിക്കുന്ന അന്ത്യകാലം. അങ്ങനെയെങ്കിൽ അവിടം വരെ 2025 ഈ വർഷം ചാണ്ടി ഉമ്മൻ, പ്രകാശാനന്ദ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇവരെല്ലാം വത്തിക്കാനിൽ ചെന്നിട്ട് പറഞ്ഞു, ഒരു ഗവൺമെൻറ്, ഒരു മതം, ഒരു ഭരണാധികാരി. ഇനി ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആലുവ ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വത്തിക്കാൻ്റെ നേതൃത്വത്തിൽ. അതുകൊണ്ടാണ് മറിയാമ്മച്ചി എടുത്തിപ്പോൾ അവർ മാറ്റിയത്. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇതെല്ലാം അന്ത്യകാല സംഭവമാണ്. മറിയാമ്മച്ചി എങ്ങാണ്ട് ആലുവ ശിവഗിരി മഠത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം വരത്തില്ല, ചില ക്രിസ്ത്യാനികൾ വരത്തില്ല. അതുകൊണ്ടാണ് മറിയാമ്മച്ചി ഇപ്പോൾ സഹരക്ഷകയല്ല. മറിയാമ്മച്ചോട് പ്രാർത്ഥിക്കേണ്ട. കത്തോലിക്ക സഭയും പോകുന്നത് 2025 ജനുവരി 25 ഒരു വാർത്ത സ്വിറ്റ്സർലൻഡിൽ വന്നു. അതിൻ്റെ പേര് അതിരുകളില്ലാത്ത ലോകം. ഒരു ഗവൺമെൻറ്, ഒരു ഭരണാധികാരി, എല്ലാം ഒരുവൻ്റെ കയ്യിൽ വരാൻ പോകുന്നു. എതിർ ക്രിസ്തു അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. അത് നിങ്ങൾ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ഒരുവൻ വന്നാൽ എന്ത് ചെയ്യും? ഇന്ന് രാത്രി ആ ചിന്ത. ഒരുവൻ വന്നാൽ അവൻ നിയമത്തെ കഠിനമാക്കൽ. ടേക്ക് ദ ലാൻഡ് ഓർഡർ. പറയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൽ നിന്ന് നമ്മുടെ മോഡി സാറ് ഭരണത്തിൽ കയറിയത്. ഗവർണറെ മാറ്റി, കളക്ടറെ മാറ്റി, സകല ഉദ്യോഗസ്ഥരെ മാറ്റി. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മാറിയതിനു ശേഷം ശ്രീ പിണറായി വിജയൻ ഭരണത്തിൽ വന്നത്. പോലീസ് അധികാരികളെ മാറ്റി. അങ്ങനെയെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് വന്നാൽ അവൻ നിയമത്തെ മാറ്റും. ഇന്ന് രാത്രി എവിടായി നിയമം? എന്തായി നിയമം? അതാദ്യം ചിന്തിക്കും. ബാക്കി ഭാഗ്യങ്ങൾ അമേരിക്ക തൊട്ട് ഇസ്രയേൽ വരെ പോയി വരുമ്പോൾ അവസാനിക്കും. എന്താ നിയമം? ഉൽപ്പത്തി 1 ബൈബിൾ കൂടെ ഇരിക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിൻ്റെ പേര് കാസ്മോസ് അല്ലെങ്കിൽ യൂണിവേഴ്സ്. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. 3 പാപത്തിൻ്റെ സൃഷ്ടി. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? കുരങ്ങൻ ചിമ്പാൻസി ഒന്നുമല്ല മനുഷ്യനായത്. ഇവിടെ കാര്യങ്ങൾ ഇന്ന് പലരും പറയുന്നു ഏതനില മനുഷ്യനെ സൃഷ്ടിച്ച. തെറ്റ്. പല ബൈബിൾ സ്റ്റഡിയിൽ യൂട്യൂബുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇറാഖിൻ്റെ വടക്കേറ്റ്. അപ്പുറത്തൊരു മണ്ണുണ്ട് എത്യോപ്യ. എത്യോപ്യയിൽ 6 ഘടകമെടുത്ത മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 1 സാദൃശ്യം, 2 സ്വരൂപം, 3 തേജസ്, 4 ബഹുമാനം, 5 അധികാരം, 6 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നു. കുരങ്ങും ചിമ്പാൻസി ഒന്നുമല്ല മനുഷ്യനായത്. ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്റ്റെതസ്കോപ്പ് കൊണ്ട് തട്ട് തരും. മനസ്സിലാകുന്നവർക്കായി. മനുഷ്യൻ്റെ ആയുസ് ലോകം പറയുന്ന 6000 കൊല്ലമായി മനുഷ്യൻ ഭൂമിയിലുണ്ടെന്ന്. ആദമിൻ്റെ തലമുറകൾ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ കുരങ്ങിന്നോ ചിമ്പാൻസിയിലോ പരിണമിച്ചെങ്കിൽ നമ്മൾ പരിണാമത്തിൽ വീണേനെ. വന്നിട്ടില്ല. എത്യോപ്യയുടെ മണ്ണിൽ 6 ഘടകമെടുത്തു. പലരും പറയാറുണ്ട് പൊടിയിൽ മണ്ണീന്ന. 2 വിധ സത്യങ്ങളുണ്ട് അതിനകത്ത്. മണ്ണി നല്ല മനുഷ്യനെ മനഞ്ഞത്. ബൈബിൾ കൂടെ ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം മെനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേറ്റ് വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സങ്കീർത്തനം 90 അഹരോന്റെ മരണം കാണുമ്പോൾ മോശ എഴുതുന്നു, അനാദിയായി ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ, മർത്യന പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവ. തിരുവനന്തപുരത്ത് ഇവിടെ തന്നെ പെരുങ്കടവിള, ആലത്തൂർ, ജയചേട്ടൻ അറിയാം, പാറക്കോറി, മുക്കുന്നിമല. പാറയിൽ നിന്നാണ് ആദമിനെ അവനെ മടയാൻ പറ്റുമോ? പാറ പൊടിക്കുമ്പോൾ പൊടി കിട്ടും. അതിൻ്റെ പേരാ പൊടി. പാറയിൽ 97 മൂലകം, കട്ടിമൂലകം, ബൊറോക്സോൺ. അങ്ങനെയെങ്കിൽ പൊടിച്ചതാണ് പാറ പൊടി. അതിൽ നിന്ന് മണ്ണ് ഫിൽട്രേറ്റ് ചെയ്താൽ പൊടി കിട്ടും. പൊടിയിൽ നിന്ന് മനുഷ്യനെ മനഞ്ഞു. എത്യോപ്യയിൽ നിന്ന്. 1ാമത്തെ സയൻസ് ആദം സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, നിലത്തെ പൊടി. 7ാമത്തെ ഘടകം സിട്ടാവായ ദൈവം ഇറങ്ങി വന്നു. ആദം ചേട്ടൻ്റെ മൂക്കിലോട്ട് ജീവശ്വാസം മോദി. നഖം അനങ്ങാൻ തുടങ്ങി, മുടി അനങ്ങാൻ തുടങ്ങി, കാല് ചലിക്കാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ അറകൾ ചലിക്കാൻ തുടങ്ങി. ബൈബിൾ ആദം ജീവനുള്ള ദേഹിയായി
ഇന്ന് രാത്രി ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് കിംസ് അല്ല, നിംസ് അല്ല, PRS അല്ല, സിട്ടാവായ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രിയും കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവന ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ഈ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി നീ സമർപ്പിക്കാമെങ്കിൽ നിന്റെ അവയവങ്ങളുടെ പ്രവർത്തന സ്ഥിതികൾ മാറ്റുക. ആദമിൻ്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹിയായെങ്കിൽ നിന്റെ കിഡ്നിയുടെ ക്രിയാറ്റിൻ്റെ ലെവലുകൾ മാറ്റുക. നിന്റെ ഹാർട്ടിൻ്റെ അറകളുടെ പമ്പിങ് ഇന്ന് രാത്രി കമർമപ്പെടുത്തുക. ആദമിൻ്റെ ശരീരത്തിനകത്ത് ഇറങ്ങിയ ജീവശ്വാസം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇറങ്ങുമ്പോൾ അത്ഭുത രോഗശാന്തിയുടെ കരം ലോർഡ് ജീസസ് ഇവിടെ വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പം സ്വർഗം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനൊരു തക്ക തുണ കൊടുക്കണം. ആദ്യത്തെ കല്യാണം ഇവിടെയാ. ആദമിന് ഗാഠനിദ്ര വരുത്തി. എല്ലാവരും കേട്ടാട്ട്. ആദമിന് ഗാഠനിദ്ര വരുത്തിയപ്പോൾ ഒരു ഭാര്യയെ ലൂരി ഹവ്വായെ സൃഷ്ടിച്ചു. അവരെ രണ്ട് സൃഷ്ടിച്ചിട്ടാ ഏദനിലോട്ട് കൊണ്ടുവരുന്നത്. അടക്കി പാടുക പറ്റി വരിക. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു സയൻസ്. അപ്പം ഗാഠനിദ്ര ആരാ ഈ അനസ്തേഷ്യ കണ്ടുപിടിച്ചത് പറഞ്ഞുതരാം. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം ആദ്യം ക്ലോറോഫോം കണ്ടുപിടിച്ചു. അതിൻ്റെ മൂത്ത ഏട്ടന അനസ്തേഷ്യ. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. ബൈബിളിൽ നിന്നാണ് ഇത് പഠിച്ചത്. ആദമിന് ഗാഠനിദ്ര വരുത്തി. ആ ടെക്നോളജിയിലാണ് മനുഷ്യനെ ഉറക്കാൻ കഴിയും, അങ്ങനെ അവയവങ്ങൾ കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് പഠിച്ചത്. അവസാനം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവസാനം എന്താണെന്നറിയാമോ? സ്വോത്രം. കാല് വയ്യാതിരുന്നപ്പോൾ പത്രക്കാരി ഇന്ന് സാറിന് നോബൽ സമ്മാനം കിട്ടി. സാറ് അപ്പം പറഞ്ഞു സന്തോഷമില്ലേ? അദ്ദേഹം പറഞ്ഞു നോബൽ സമ്മാനം കിട്ടിയതല്ല എൻ്റെ സന്തോഷം, എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എൻ്റെ സന്തോഷം. PSC പരീക്ഷ, കേട്ടറ്റ്, ടീറ്ററ്റ് ഇതിനെല്ലാം വരും. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. അത് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. പണ്ടത്തെ കാലത്ത് പല്ലെടുക്കാൻ നിങ്ങൾ നെടുമങ്ങാട് പോകുമായിരുന്നു. 1975. അന്ന് അനസ്തേഷ്യ ഇത്രയും പ്രമുഖമല്ല. ഒരു 10-50 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ അരുവിക്കരയുള്ള സോമൻ ചേട്ടൻ നല്ല പോത്തിറച്ചിയൊക്കെ തിന്ന് നല്ല തടിയുള്ള ചേട്ടനായിരുന്നു. അവിടെ ചെന്നപ്പോൾ കമ്പൗണ്ടറും സിസ്റ്ററോട് ഗുളിയൊക്കെ കൊടുത്ത് മയങ്ങുന്നില്ല. ഡോക്ടറിന് അങ്ങാണ്ട് പോവുകയും വേണം. സ്വോത്രം. പോത്തൻ ചേട്ടനെ കറങ്ങുന്ന ഒരു കസേരയിലിരുത്തി സിസ്റ്ററോടും നമ്മുടെ കമ്പൗണ്ടറോട് പറഞ്ഞ് കടവാ തുറക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു സൂചിയും കൂടെ കൊടുത്തു. എന്നിട്ട് മയങ്ങുന്നില്ല. ഡോക്ടർ പറഞ്ഞു വന്ന വഴി ഇരിക്കട്ടെ. കൂടിലെടുത്ത് ഒറ്റ വലി നോക്കിയപ്പോൾ പല്ല് താഴെ, സൂചി നമ്മുടെ സ്പോഞ്ച് താഴെ, അത് കഴിഞ്ഞിട്ട് രക്തവും വീഴുത്. അങ്ങനെ ആയിരുന്നു 75-ലൊക്കെ പോത്തൻ ചേട്ടനെ പല്ലെടുക്കുന്നത്. ഇന്ന് നമ്മുടെ സോമൻ ചേട്ടനോ പോത്തൻ ചേട്ടനോ നെടുമങ്ങാണ്ട് പോയിട്ട് ഡീന ഡെൻ്റൽ ക്ലിനിക്ക് ചെല്ലുന്നുടനെ ഒരു പെങ്കൊച്ച് പൂരിപ്പിക്കും. നല്ലൊരു കറങ്ങുന്ന കസേര ചേട്ടനെ ഇരുത്തും. പെതിയെ ഞാൻ പിന്നെ നമ്മുടെ ഇയർഫോൺ വരണം. മേഘം പൂത്ത് തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. പോത്തൻ ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഈ ചെറിയൊന്ന് പൊക്കിയാട്ട് നമ്മുടെ ഉറുമ്പ് കടിക്കുന്ന പോലെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൊടുക്കും. ചേട്ടൻ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കമ്പൗണ്ടറും വരും, സിസ്റ്ററും വരും, പല്ലും എടുക്കും. ചേട്ടൻ അറിയുന്ന പോലുമില്ല. അവസാനം സിസ്റ്റർ പറഞ്ഞ് എല്ലാം കഴിഞ്ഞെന്ന് സ്വോത്രം, എല്ലാം ശരിയായെന്ന് സ്വോത്രം. അവൻ്റെ പേര് അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അത് കണ്ടുപിടിച്ചത് ഡോക്ടർ ജെയിംസ് സിംസൺ. കണ്ടുപിടിച്ചത് ബൈബിളിൽ നിന്ന്. ആദമിന് ദൈവം ഗാഠനിദ്ര വരുത്തി. ഈ ടെക്നോളജി അനസ്തേഷ്യയിലേക്ക് വന്ന് അവയവങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവന്നതാ ഏതനകത്ത്. അടക്കി പാടുക, പെറ്റുപെരുക, സന്താന പുട്ടി ഉള്ളവരാകും. നിത്യം ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ആദ്യത്തെ കല്യാണം നടത്തിയതാരാ? നെടുമങ്ങാട് സബ് കോടതി അല്ല, പേരൂർക്കട സബ് രജിസ്ട്രാർ അല്ല, വഞ്ചൂരിലെ മജിസ്ട്രേറ്റുള്ള സ്വർഗത്തിലെ ദൈവം. ഇവിടെ തന്നെ എത്ര കത്തോലിക്ക പള്ളികൾ കിടക്കുന്ന, അല്ലെങ്കിൽ CSI പള്ളികൾ കിടക്കുന്ന പെങ്കൊച്ചും ചെറുക്കനും ചെന്ന ഉടനെ അച്ഛൻ എന്തോയും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓടി ഇറങ്ങി വന്നിട്ട് ഇന്ന് താലി മാലയെടുത്തിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് വാഴ്ത്തു. അച്ഛൻ ഇങ്ങനെ ആദ്യം എടുക്കും, പിന്നെ മാലയും എടുത്ത് നല്ലൊരു പാട്ട് പാടും. വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാൽ അത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്ത് വൈദിക ശമ്മാശന്മാരാൽ അനുഗ്രഹിച്ചു. വാനിൽ നിന്നിറങ്ങിയ ദൈവത്തിൻ്റെ കരത്താൽ ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച കരത്താൽ നിങ്ങളുടെ വിവാഹ മോതിരങ്ങളും മാലകളും ആശീർവദിച്ചു തരുന്നു. ആര് കാണാൻ? നമ്മൾ ചവക്കല്ലറിന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആ പട്ടക്കാരൻ എന്ത് നല്ല പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെന്തിക്കോസുകാരുടെ കല്യാണം. മനസ്സിലാകുന്നവർക്കായി നല്ല ഓഡിറ്റോറിയം. ഇതുപോലൊരു ഓഡിറ്റോറിയം ഇവിടെ പ്ലാറ്റ്ഫോം എല്ലാം ശരിയാക്കിയിരിക്കുക. കല്യാണത്തിന് നിശ്ചയം കഴിഞ്ഞ പെങ്കൊച്ചും ചെറുക്കനും അവിടെ വരും. ഉടനെ പാസ് പറയുക, രണ്ടും കൂടെ ഓടി വരാൻ പറയുമോ? പറയത്തില്ല. വിവാഹത്തിൻ്റെ കുറി വായിക്കും. ഇത്രാം തീയതി ഇത്ര സമയത്ത് ഇന്ന വില്ലേജിൽ ജനിച്ച് മാതാപിതാക്കളുടെ കീഴിൽ വളർത്തപ്പെട്ട് വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിയും ചെറുക്കനും ഇപ്പോൾ കടന്നു വരാം. അതിൻ്റെ പേരാ ബ്രൈഡൽ മാർച്ച്. പെൺകുട്ടിയെക്കാളും നല്ല കാവ്യ മാധകൻ അവിടെ ഇരിപ്പുണ്ട്. അവൾ വരാൻ സമ്മതിക്കുമോ? ഇല്ല. ചെറുക്കനേക്കാളും നല്ല ഷാരൂഖ് ഖാൻ അവിടെ ഇരിക്കുന്നത്. വരാൻ സമ്മതിക്കുമോ? ഇതാ ദൈവത്തിൻ്റെ വചനം. മനസ്സിലാകാം അതിൻ്റെ പ്രത്യേകതയാണ്.
നിശ്ചയം കഴിഞ്ഞവരെ മാത്രമേ പ്ലാറ്റ്ഫോമിനകത്ത് കൊണ്ടുവരുമെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ നീ എടുക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള രക്ഷയുടെ നിശ്ചയം നിനക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവദാസന്മാർ പറയും, നിഴലായി ഞങ്ങളിത് ചെയ്യുമ്പോൾ പൊരുളായതൊന്ന് മധ്യാകാശത്തിൽ കാന്തൻ വരുമ്പോൾ മണവാട്ടി സഭയെ ചേർക്ക്. ഞാനും കല്യാണം നടത്തുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളിവിടെ കൊണ്ടുവരും. ഉടനെ ചെറുക്കനോടും പെങ്കൊച്ചുകൊണ്ട് കൈ നീട്ടിയാട്ടെ കല്യാണം നടത്തുമോ? ഇല്ല. ആദ്യം പെങ്കൊച്ചിനെ പിടിക്കും. മോളെ നിൻ്റെ സമീപത്തേക്കുന്ന ചെറുപ്പക്കാർ, അവൻ നല്ല ജോലിയുള്ള പയ്യൻ, സുഖത്തിലും ദുഃഖത്തിലും കട്ടൻ ചായയൊക്കെ ഇട്ടുകൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കാൻ നീ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഉടനെ പറയും, 2, ഞങ്ങൾക്ക് മുമ്പോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. സഭയിൽ ഞായറാഴ്ച വരണം. കാത്തിരിപ്പ് യോഗ്യ സമയം കിട്ടിയില്ലെങ്കിലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വരിസംഖ്യയും തരണം. സന്തോഷമില്ലല്ലോ, എല്ലാം ഓക്കെ ആണോ? ഇത്രയും പറയും. അടുത്ത ചെറുപ്പക്കാരനോട് ചോദിക്കും, മോനെ നിൻ്റെ സമീപത്തേക്ക് നീ പെൺകുട്ടിയെ ദൈവവചനത്തിൻ്റെ ഉടമ്പടി പ്രകാരം അബ്രഹാമിന്, സാറേ, ഇസഹാക്കിന്, റബേക്കയെ, യാക്കോബിന്, റാഹേലിനെ കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരത്താൽ ഇവളെ പൊന്നുപോലെ പോറ്റി ക്രിസ്തീയമായ ഒരു ജയജീവിതം നയിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് കഴിയുമ്പോൾ വീണ്ടും പറയും, നിൻ്റെ മൊബൈലിൻ്റെ റേഞ്ച് ഇച്ചിരി കുറച്ചോണം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് പുതിയൊരു കുടുംബത്തിലേക്ക് കിടക്കുക. പാസ്റ്റർമാർക്ക് ഞങ്ങൾക്ക് ദുഃഖം തരാതെ വളരെ സന്തോഷത്തോടെ ഞായറാഴ്ച കൂട്ടായ്മ കൂടി ദശാംശോത്തത് ദൈവസഭയുടെ അംഗമായി കർത്താവിൻ്റെ വരവ് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ തയ്യാറാണോ? യെസ്. ആ സമയത്ത് 2 കൈകളും പിടിക്കും. ഒരു സഹദാസൻ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഇന്നേക്ക് 6000 കൊല്ലങ്ങൾക്കും വേദൻ്റെ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച ദൈവത്തിൻ്റെ കരത്താൽ ഈ മക്കളുടെ വിശുദ്ധ വിവാഹത്തെ ഞങ്ങൾ സംയോജിപ്പിക്കുന്നു. അപ്പം പാട്ട് പാടുന്ന മോൻ അവിടെ പാടും, സ്വർപൂരമീ കരാറിന്മേൽ സാക്ഷി നിൽക്കുക. ആര് കേൾക്കാൻ? നമ്മൾ ഫ്രൈഡ് റൈസ്, അൽഫഹാമും കുഴിമന്തി നോക്കുക. മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഭൂമിയിൽ ഒരു പുതിയ കുടുംബം ഉണ്ടാകുന്നു. തുടർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് മുമ്പിട്ട് അടുത്തൊരു പാട്ടൂടെ, സ്വർപൂരമീ കരാറിന്മേൽ. ഇന്ന് ഈ മംഗല്യം ശോഭിപ്പാൻ എവിടെ കേൾക്കാൻ? ഇന്നത്തെ കല്യാണം അവിടെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നു, കല്യാണമില്ല. എല്ലാവരും കേട്ടാട്ടെ, ലോകം തീരാറായി. ഇന്നത്തെ കാലം ഇതാ, വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ ദാ കിടക്കുന്നു. അമേരിക്കയിൽ 51 സ്റ്റേറ്റിലും ഇന്ന് വിവാഹമില്ല. ഇഷ്ടമുള്ള പയ്യൻ ഇഷ്ടമുള്ള പെണ്ണിൻ്റെ കൂടെ ജീവിക്കാം. ഈ സാത്താൻ വരാൻ പോകുന്ന നിയമം മാറ്റി. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ദാണ്ടേ ഒന്നിച്ച് താമസിക്കുവാൻ 2 പെൺകുട്ടികൾ മലയാളികൾ നമ്മുടെ വടക്കൻ പറവൂരിൽ ശരണ്യ ശ്രുതി 2 പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നു. പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വെമ്പന്നൂരുകാർ കേട്ടാലും കുഞ്ഞമ്മ മറിയാമ്മയെ കല്യാണം കഴിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതിൻ്റെ പേര് ലെസ്ബിയൻ മാരേജ്. ഈ പ്രസംഗം ഈ അടുത്ത സമയത്ത് ഇതിൻ്റെ ഒരു ഭാഗം യൂട്യൂബിൽ പോയി. ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ബിഗ് ബോസ് കാണാറുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ ബിഗ് ബോസ് പോയിട്ട് ലോ ബോസ് കാണാനും എനിക്ക് സമയമില്ല, സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പോൾ പറയുക, ബിഗ് ബോസിലെ 2 പെൺകുട്ടികൾ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി ഞാൻ പറഞ്ഞപ്പോൾ പ്രസംഗിച്ച ശരിയായില്ലയോ? മനസ്സിലാകുന്നവർക്കായി ഞാൻ പറഞ്ഞു, കർത്താവ് മോനെ എനിക്ക് രാത്രി നമ്മുടെ ബിഗ് ബോസിനോടൊന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല, ഇപ്പോൾ തന്നെ നെഞ്ചുവേദനയാണ്. മനസ്സിലാകുന്നവർക്കായി നീ ബിഗ് ബോസും കണ്ടോണ്ടിരി, കർത്താവിൻ്റെ വരവ് നീ പരിവഴിയാകും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ദാ കിടക്കുന്നു. അടുത്തത് കണ്ട് വിൻസെൻ്റ് ബ്രൂണോയും 2 ചെറുപ്പക്കാർ കത്തോലിക്ക സഭയിൽ വെച്ച് വിവാഹിതരായി. ഗൈ മാരേജ്. ദൈവം വെച്ച കാർമ്മിക നിയമം മാറി. ഇതെല്ലാം പിന്നെ ബദലിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വവർഗ വിവാഹത്തിന് ഫ്രാൻസിൽ അംഗീകാരം. LMS തിരുവനന്തപുരം പാളയം. പണ്ടത്തെ കാലത്ത് ഫ്രാൻസിൽ നിന്ന് പാസ്റ്ററെ LMSൻ്റെ മിഷണറിമാർ ഇവിടെ നിന്ന് പൈസ കൊടുത്ത് സ്ഥലം മേടിച്ചത്. അതേ ഫ്രാൻസിൽ നിന്ന് ഇന്ന് വരുന്ന വാർത്ത, സ്വവർഗ വിവാഹം ഫ്രാൻസിൽ അംഗീകാരം. ദൈവം വെച്ച കാർമ്മിക നിയമം മാറി. അത് കഴിഞ്ഞതാണ്ട് US-ൽ 51 സ്റ്റേറ്റിലും പച്ചക്കൊടി കൊടുത്തു. ഉടനെ ചിന്തിക്കാം, സ്വവർഗ വിവാഹം. അത് കഴിഞ്ഞിട്ട് തേട്ട് ഓസ്ട്രേലിയ. അതുകൊണ്ട് ആ ബിന്ദു സിസ്റ്ററെ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവേ. ഇതാ കിടക്കുന്ന ഓസ്ട്രേലിയ. നല്ല പട്ടണം സിഡ്നി, മെൽബൺ, അഡ്ലൈഡ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ യഹൂദൻ്റെ ഫെസ്റ്റിവലാ ഹനൂക്ക. അതൊക്കെ ബെമ്പന്നൂർ പ്രസംഗിച്ച എത്ര ദിവസം എടുക്കും? ദീപങ്ങളുടെ ഉത്സവമാണ്. 8 ദിവസം അവർ കവരവിളക്ക് കത്തിച്ചുകൊണ്ട് 8 തിരിക്കകത്ത് പ്രകാശം കൊടുക്കുക. ലോകരാജ്യങ്ങൾ ചിതറിക്കടന്ന് ഞങ്ങളെ യഹോവ കൊണ്ടുവന്നത് കൊണ്ട് മിനാരങ്ങളുടെ അല്ലെങ്കിൽ മിന്നുന്ന വെളിച്ചത്തിനകത്ത് നടക്കുന്ന ഹനൂക്ക ഫെസ്റ്റിവൽ അവിടെയാ 1500 പേര് സിഡ്നി കടപ്പുറത്ത് കൂടിയപ്പോഴാ ഇന്ത്യയിൽ നിന്ന് പോയൊരു ചെറുപ്പക്കാരൻ മകനുമായിട്ട് എന്നിട്ട് 15 പേരെ കൊന്നുകളഞ്ഞു. സ്വോത്രം. എന്താ പ്രാർത്ഥനയില്ല? മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി സന്ദേശമൊക്കെ കേൾക്കണം. പ്രാർത്ഥന ഉള്ളിടത്തൊന്നും അപകടം വരത്തില്ല. ഓസ്ട്രേലിയയിൽ സ്വവർഗ വിവാഹം. ദാണ്ടേ 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. എല്ലാവരും കേട്ടാട്ടെ. എവിടെ? ഇവിടുന്ന് നമ്മുടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഒരു പെൺകുട്ടി പഠിക്കാൻ പോകുന്നു. അവൾ ഡിഗ്രി ഫൈനൽ ഇയർ, 20 വയസ്സായി. അവിടെ നമ്മുടെ അവൾ പോകുന്ന ബെമ്പന്നൂർ. അവൻ മലയം കീഴുന്ന ഒരു പയ്യൻ പഠിക്കാൻ വരുന്നുണ്ട്. അവൻ MAക്ക് പഠിക്കുക, 22 വയസ്സായി.
അപ്പോൾ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, വീട്ടിൽ പറഞ്ഞു ഞങ്ങൾക്ക് കല്യാണം വേണം. പെങ്കൊച്ച് ബെമ്പന്നൂർ വന്ന് പപ്പ തോമാച്ചാനോട് പറഞ്ഞു എനിക്ക് കല്യാണം വേണമെന്ന്. പപ്പ പറഞ്ഞ് നീ മിണ്ടിപ്പോവരുത്, നിന്നെ IAS കാരിയാക്കാനാണ് ഞാൻ ഇപ്പോൾ കാട്ടാക്കട പഠിപ്പിക്കുന്നത്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പം രക്ഷയില്ല. ഇവർ രണ്ടുപേരും വഴിയാധാരമായ ഓരോ ആധാർ 5000 രൂപ കാട്ടാക്കട സബ് കോടതി കൊടുത്ത ഒരു പേപ്പർ കിട്ടും. ഇന്ന് കിട്ടുക ലിവിങ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കാം. മനസ്സിലാക്കുന്നവർക്കായി മലയാളം തിരുവനന്തപുരം നാഗർകോവിൽ വണ്ടി, നിനക്ക് നെയ്യാറ്റിൻകര ഇറങ്ങാം, അവൾക്ക് കളിക്കാവിളെ ഇറങ്ങാം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇതിൻ്റെ പേരാ ലിവിങ് ടുഗദർ. ബാക്കി കേട്ടാട്ട് അവർ പിന്നെ കേരളത്തിൽ നിന്നില്ല. അവർ നേരെ എവിടെ പോയി? കളിക്കാവിളയ്ക്കപ്പുറത്ത് മാർത്താണ്ഡത്ത് പോയി ഒരു വാടക വീടെടുത്ത് 5000. കോളേജ് പറഞ്ഞ് ഓൺലൈനിൽ നോട്ട് അയച്ചാൽ മതിയെന്ന്. മനസ്സിലാകുന്നവർക്കായി 2 ദിവസമായിട്ട് പെൺകുട്ടി വരുന്നില്ല. പയ്യൻ്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴും വരുന്നില്ല. എന്ത് സംഭവിച്ചു? കാട്ടാക്കട പോയി DYSP സമീപിച്ചു. സാർ, ഇതൊരു വല്ലാത്ത പ്രശ്നം, മോള് വരുന്നില്ല. അദ്ദേഹം പേരൂർ കടത ഇവിടെ തന്നെ മണ്ണാമൂല സൈബറിൽ കൊടുത്തപ്പോൾ ലൊക്കേഷൻ കണ്ട് പയ്യനും പെങ്കൊച്ചു മാർത്താണ്ഡം ബ്രിഡ്ജിൽ നിന്ന് നേരെ താഴോട്ട് പോകുന്നിടത്ത് തോവാള റോട്ടിൽ വീടെടുത്ത് താമസിക്കുക. അപ്പോൾ DYSP ആയിട്ട് അച്ഛൻ ഇച്ചിരി സ്നേഹമായിരുന്നു. ഉടനെ എന്ത് പറഞ്ഞു? നാളെ രാവിലെ നിങ്ങൾ വാഗണർ കാറുമായിട്ട് വരണം, ഞാൻ നമ്മുടെ ബൊലീറോ ജീപ്പും എടുക്കാം, വനിതാ പോലീസിനെയും കൂട്ടാം. 7:30 എന്നെ ഇവിടുന്ന് പോയാൽ 8:30 രണ്ടിനെയും തൂക്കാന്ന്. മനസ്സിലാകുന്നവർക്കായി കാട്ടാക്കടയിൽ നിന്ന് 2 പേര് നമ്മുടെ പടപടാ പോയി. മാർത്താണ്ഡം ചെന്നപ്പോൾ തിരുവനന്തപുരം സൈബർസ് ലൊക്കേഷൻ കൊടുത്തു. ലാപ്ടോപ്പ് കുഞ്ഞുങ്ങൾ അടിക്കുന്ന പോലെ GPS വെച്ച് നോക്കിയപ്പോൾ തോവാളൻ്റെ അടുത്തൊരു കൊച്ചു വീട്ടിൻ്റെ മുറ്റത്ത് പയ്യൻ MA'd ഇംഗ്ലീഷ് നോട്ട് എഴുതുന്നു, പെങ്കൊച്ചകത്ത് ടീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു രാവിലെ. എന്തൊരു കാര്യം! ഉടനെ DYSP എന്നിട്ട് പയ്യനെ പിടിച്ചിട്ട് വണ്ടി കയറാൻ പറഞ്ഞു. അവൻ ചോദിച്ചു, സാർ എന്താ കാര്യം? അപ്പോൾ പറഞ്ഞ് നീ ഈ പെങ്കൊച്ചിനെ മോട്ടിച്ചുകൊണ്ട് വന്ന് ഭയങ്കര കേസാണ്, വലിയ വിഷയമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഒന്ന് വെയിറ്റ് ചെയ്താട്ടെ, ഞാൻ അകത്ത് പോയിട്ട് വരട്ടെ. ഒരു ഫയലിനകത്ത് ഇതാ ഒരു പേപ്പർ, കാട്ടാക്കട കോടതി, ഞങ്ങൾ 2 പേരും പ്രായം തികഞ്ഞവരാ, 1 വർഷം ഒരുമിച്ച് ജീവിക്കാം. സന്തോഷമില്ലല്ലോ. അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു. ഉടനെ പെങ്കൊച്ചകത്തുനിന്ന് ചോദിച്ചു, സാറേ ഒരു കപ്പ് ചായ എടുക്കട്ടെ, വളരെ ദൂരെ നിന്ന് വന്നേല്ലയോ? സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പോൾ DYSP നല്ല മനുഷ്യനായതുകൊണ്ട് ചായ കുടിച്ച് അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഒരു രക്ഷയില്ല, നമുക്ക് 1 വർഷം കഴിഞ്ഞ് നോക്കാമെന്ന്. അപ്പോൾ DYSP ഇറങ്ങാൻ നേരം അകത്തുനിന്ന് നല്ലൊരു പാട്ട്, ഉണ്മൈ നമ്പി വന്നേ നമ്പക്കപ്പേടലേ. മനസ്സിലാകുന്നവർക്കായി എങ്ങനെ ഇരിക്കുന്നു ഇന്ന് രാത്രി? മനസ്സിലാകുന്നവർക്കായി അച്ചായ അമ്മമ്മ ഈ പ്രസംഗം കേൾക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. ഓൺലൈനിൽ അരുവിക്കര നാട്ടുകാരെല്ലാം കേൾക്കുക. CSI ആകട്ടെ, മർത്തോമയാകട്ടെ, ഏത് ചർച്ചുകാരാകട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. നിങ്ങളുടെ ആരാധനാ യോഗങ്ങളിൽ 5 നിമിഷം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തീർന്നില്ല, ഇന്ന് 1 ദിവസമേ ഉള്ളൂ. അത് മാത്രമല്ല, 2, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ വീഴാതിരിക്കാൻ ഒരു കാര്യം കൂടെ ചെയ്യണം. അവരിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായിരിക്കണം. കരമുയർത്തുന്നവർക്കായി. സന്തോഷമില്ലല്ലോ, പെന്തിക്കോസ്തുകാർക്ക് സന്തോഷമില്ല. സ്വോത്രം. ഇന്നാളെങ്ങാണ്ട് ഞാനൊരു എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇന്നാളെങ്ങാണ്ട് ഞാനൊരു തമിഴ്നാട്ടിലെങ്ങാണ്ടൊരു പാട്ട് പാടി എന്നെ അവന്മാരെല്ലാം കൂടെ എന്നെ ശരിയാക്കി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. നല്ല 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 വണ്ടിക്കകത്ത് കയറി നല്ല സുന്ദരമായ പാട്ട്, എന്താ കൺമലയാനവരെ, അതിന് മലയാളം കൂടെ ചേർന്ന് ഞങ്ങൾ ഒരു 20 മിനിറ്റ് കൈയടിച്ച് പാടി നല്ല സന്തോഷമായിരുന്നു. അതൊരു പയ്യനെടുത്ത് വീഡിയോ ഇട്ട് പിറ്റേന്ന് തൊട്ട് എല്ലാവരോട് നമ്മുടെ തലയിൽ എൻ്റെ നട്ടുപോയാന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ആകെ രോഗത്തിലും ദുഃഖത്തിലും കിടന്ന കർത്താവ് എന്നെ 2 മണിക്കൂർ സ്റ്റേജിൽ നിർത്തുന്നത് ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ പാടാതിരിക്കാൻ പറ്റും? സ്വോത്രം. അഭിഷേകത്തോടെ പാടണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും എല്ലാം അറിയാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിക്കണം. 2026 അനോയിൻറ്റിങ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ ഉണ്ടെങ്കിൽ ഒരന്ധകാര ശക്തിക്ക് അവരെ തൊടാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാഭിഷേകം. മാമേ, മക്കൾക്ക് വേണ്ടിയുള്ള നല്ല ഡിപ്പോസിറ്റ് വെമ്പന്നൂർ 5 ഏക്കർ തോട്ടമല്ല, മഞ്ചേൽ കുറച്ച് റബ്ബറല്ല, അതൊക്കെ കൈവിടപ്പെട്ടു പോകും. ബൈബിൾ മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദാണ്ടേ അടുത്തത് ഇഷാനും സൂര്യയും തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രൻ വരെ അതിൽ പങ്കെടുത്തു. ദാണ്ടേ കോടതി മുറിയിലെ സ്വർഗ ദമ്പതികൾ, ഇന്ത്യൻ കോടതിക്കകത്ത് കർത്തൃദാസന്മാർ കണ്ടാട്ട് 2 പെങ്കൊച്ചുങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ദൈവം വെച്ച കാർമ്മികതയവ. നമ്മുടെ MP രാജേഷ് വളരെ നല്ല മന്ത്രി, വരൻ ഉക്രൈൻ, വധു പുനലൂർ, ഓൺലൈൻ കല്യാണം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. 2 പേര് എവിടെ ഇരുന്നെങ്കിലും കൈവച്ച് സബ് രജിസ്ട്രാറോട് പണമടച്ചാൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ പിന്നെ വന്ന് മണ്ഡപത്തിൽ കെട്ടിയാലും മതി. മനസ്സിലാകുന്നവർക്കായി ദൈവം വച്ച കാർമ്മിക നിയമം ഇവിടെ മാറിക്കഴിഞ്ഞു. ബാക്കി നിങ്ങൾ മനസ്സിലാക്കണം. ഒരുവൻ വരുന്നതിന് മുമ്പ് നിയമത്തെ കഠിനമാക്കുക. ബൈബിൾ കൂടെ വെച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അമേരിക്ക, ഒന്നാമത്തെ കാര്യം, 1991 അമേരിക്കയിൽ ബിൽ ക്ലിൻ്റൺ അധികാരത്തിൽ വന്നു. അന്ന് ആദ്യം അദ്ദേഹം ചെയ്ത എന്താണെന്നറിയാം? സ്വവർഗ വിവാഹം.
എല്ലാവരും ചെന്ന് ബിൽ ക്ലിൻ്റനോട് പറഞ്ഞു, സാറേ ഇത് ചെയ്യരുത്, നമ്മുടെ ഡോളറിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്, വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ബിൽ ക്ലിൻ്റൺ പറഞ്ഞ് നടക്കത്തില്ല. അന്ന് തൊട്ടായി അമേരിക്ക കാറ്റടിച്ചത്. ഏതാ കാറ്റ്? റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ, മാത്യു, ലോറൻസ്. സന്തോഷമില്ലല്ലോ, സ്വോത്രം തീർന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി ഇന്നാൾ അമേരിക്ക പോയപ്പോൾ ആരാണ്ട് പറഞ്ഞു, പിണറായി വിജയൻ പോയോണ്ടാ കാറ്റടിച്ചെന്ന്. എത്ര വൃത്തികെട്ടവന്മാർ, സ്വോത്രം. ആര് ചെന്നിട്ടാണ് കാറ്റടിക്കുന്ന? സയൻസ് അറിയാൻ വയ്യ. സൂര്യനും പിന്നെ നമ്മൾ ഒരു മന്ത്രിമാരെ കുറ്റപ്പെടുത്തരുത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം 35,000 എത്ര 3.5 കോടി കിലോമീറ്ററും കണ്ട ആപേക്ഷിക ദൂരം സൂര്യനും ഭൂമിയും തമ്മിലുള്ള. അവിടുന്ന് സൂര്യൻ്റെ താപം വെള്ളത്തിനകത്ത് വന്ന് നീരാവി കട്ട പിടിച്ചാൽ മഴ പെയ്യുന്നത്, അല്ലാതെ മുഖ്യമന്ത്രി പോയിട്ടല്ല കാറ്റടിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും സയൻസ് കേൾക്കണം. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം, ഇവിടുന്ന് എയർ ഇന്ത്യയുടെ ഒരു വിമാനം ഗൾഫിലേക്കോ സിംഗപ്പൂരിലേക്കോ പറക്കുന്നു. ആ പറക്കുന്ന വിമാനം കമ്പ്യൂട്ടറിൽ കാണത്തില്ല. അതിൻ്റെ ശബ്ദം അമേരിക്കയിലെ നാസയുടെ കമ്പ്യൂട്ടറാണ് കെന്നഡി എയർപോർട്ടിലിരിക്കുന്നത്. ആ കമ്പ്യൂട്ടറിനകത്ത് ഇറങ്ങി വരും. ആ ശബ്ദത്തിൻ്റെ പേരാ ബട്ടർഫ്ലൈ എഫക്റ്റ്. തിരുവനന്തപുരത്ത് നിന്ന് 33,000 അടി പറക്കുന്ന വിമാനത്തിൻ്റെ ശബ്ദം ഫ്ലൈറ്റ് റേറ്റ് റെക്കോർഡിംഗ് സാറ്റലൈറ്റ് വഴി അമേരിക്കയിലെത്തും. അത്ര ടെക്നോളജിയുള്ള രാജ്യമാണ് അമേരിക്ക. പക്ഷേ അമേരിക്കയിൽ കാറ്റടിച്ചത് ഒരു കമ്പ്യൂട്ടറിന് കാണാൻ കഴിഞ്ഞില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവ അനുഗ്രഹത്തിൻ്റെ ദൈവമാണോ? അത് കഴിഞ്ഞതിന് ശേഷം 2 എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും കേൾക്കണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത രാജ്യം അമേരിക്ക. ഇന്ന് രാത്രി സാജു ചാത്തൻ്റെ കൂടെ നിൽക്കുമ്പോൾ 75 ലക്ഷം കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്തൊരു രാഷ്ട്രമാണ് അമേരിക്ക. 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ പെൺകുട്ടി വയറ്റിനകത്ത് ഞെക്കും. ആശുപത്രി ചെല്ലുമ്പോൾ ചത്ത് കഴിയും. ഓപ്പറേഷൻ ചെയ്തെടുക്കും, കേസില്ല, കുഞ്ഞ് മരിച്ചുപോയി. ഇതാ ഇന്നത്തെ അമേരിക്ക. എന്താ സംഭവിച്ചതെന്നറിയാമോ പ്രിയപ്പെട്ട ദൈവമക്കളെ? അന്ന് തൊട്ട് അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടിത്തുടങ്ങി. JP മോർഗൻ, അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെ ഇൻവെസ്റ്റ് ബാങ്ക്, അമേരിക്ക ഫസ്റ്റുകൾ. എത്ര ബാങ്കുകൾ അമേരിക്ക പൊട്ടിയത്? അതുകൊണ്ടല്ലേ ട്രംപിൻ്റെ കാശില്ലാത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? ഈ ട്രംപ് വന്നപ്പോൾ എല്ലാ പെന്തിക്കോസുകാരും പറഞ്ഞു, ഞങ്ങളുടെ രക്ഷകൻ വന്നേ. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ട്രംപ് വന്ന നിങ്ങളുടെ രക്ഷകനല്ല, അവൻ ഇസ്രയേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാ തൽക്കാലം ദൈവം അവനെ നിർത്തിയേക്കുന്നത്. അതാണ് ട്രംപ് വന്നത്. പിന്നെ ട്രംപിനെ പറ്റി പറയുമ്പോൾ 5 കാര്യം പറയണം. അത് ലൈവ് പോകുന്നതുകൊണ്ട് മനസ്സിലാകട്ടെ. ട്രംപ് എവിടെ ചെന്നാലും പറയും യേശു ക്രിസ്തു എൻ്റെ രക്ഷകനെന്ന്. നമ്മളാന്നേ മിണ്ടാതിരുന്ന ദൈവം എന്ന് പറയും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. പിന്നെ ട്രംപ് എവിടെ ചെന്നാലും ഒരു കാര്യം പറയും, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ ഈ നിലയിൽ വന്നത്. നമ്മൾ 100 പേരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, മോനെ ചായ ഒന്നില്ലേലും വേണ്ടിയല്ല, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ലത്. അതാണ് ഏറ്റവും വലിയ വിഷയം. പ്രാർത്ഥിച്ചവനും പോസ്റ്റ് ഇടുക, സ്വോത്രം. 3-ാമത്തെ കാര്യം, ട്രംപ് ക്യാബിനറ്റ് തുടങ്ങുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും 2 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ സഭായോഗം പാഷ തമ്പേറടിക്ക് ഇതിലേക്കടെ സ്വോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ചെയ്താണ്ട് അമേരിക്കയിലെ പ്രസിഡന്റ് പറയുന്നത് 2 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന്. കണ്ടോ? 4-ാമത്തെ കാര്യം, ട്രംപ് ഒരു കാര്യം ചെയ്തു. സ്കൂളിൽ 50,000 ബൈബിൾ ഓരോ സ്കൂളിൽ അമേരിക്ക അടിച്ചു വെച്ചേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇതെല്ലാവർക്കും കൊടുക്കണം ട്രംപ്. 5, ഇന്ന് ട്രംപ് പറയുന്നു, രാഷ്ട്രീയക്കാരും നാട്ടുകാരും കേൾക്കട്ടെ, ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ട്രംപിനെ പറ്റി പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരാണോ ഭാഗ്യവാൻ? അല്ലെങ്കിൽ ബ്രിട്ടൻകാരാണോ ഭാഗ്യവാൻ? ഇന്ന് രാത്രി അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടുന്നു. ഗൾഫുകാരാണോ ഭാഗ്യവാൻ? ഖത്തറിൻ്റെ മണ്ടയ്ക്കല്ലേ പടപട അടിച്ചു കൊടുത്തത്. സ്വോത്രം. അറബ് രാജ്യങ്ങൾ മുഴുവൻ പേടിക്കുന്നു. ഇസ്രായേലിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അടുത്തത്, വെമ്പന്നൂരും മഞ്ചേലും അരുവിക്കര റബ്ബറുള്ള അച്ചാനാണോ ഭാഗ്യവാൻ? ഇപ്പോൾ ഉള്ള മഴയെല്ലാം പെയ്ത് ഇലയും പോയി, പട്ടയില്ല, കാറ്റും അടിക്കുന്നു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. എല്ലാം പോയി. അവരാരുമല്ല ഭാഗ്യവാന്മാർ. അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? വെമ്പന്നൂർ തോട്ടമുള്ള അച്ചായനാണോ ഭാഗ്യവാൻ? ഗൾഫിൽ കുഞ്ഞുങ്ങളുള്ളവരാണോ ഭാഗ്യവാൻ? മക്കളെ, അവരൊന്നുമല്ല ഭാഗ്യവാന്മാർ. 2025 ബദേൽ കൺവെൻഷനകത്ത് ഭാഗ്യകരമായൊരു കൂട്ടം ഇവിടെ ഇരിപ്പുണ്ട്. ആരാവർ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എൻ്റെ യേശു മടങ്ങി വരാറായി. ബൈബിളുണ്ടോ? അവൻ നിയമത്തെ കഠിനമാക്കി. വായിക്കുന്നു ദാനിയേൽ പ്രവചനം 7:25. ബൈബിൾ നിങ്ങൾ കൂടെ വെക്കണം. എൻ്റെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോകുന്നു. ദാനിയേൽ 7:25. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റുവാൻ ശ്രമിക്കും. ദൈവം വച്ച കാർമ്മിക നിയമങ്ങൾ മുഴുവൻ സാത്താൻ മാറ്റി. തീർന്നില്ല. ദാനിയേൽ 9:25. അവൻ ഒരു കാര്യം കൂടെ ചെയ്യും. എന്താ ചെയ്യുന്നതെന്നറിയാം? ഒരാഴ്ചത്തേക്ക് നിയമത്തെ കഠിനമാക്ക്. നിയമം കഠിനമായില്ല അച്ചായ? ബൈബിളിലേക്ക് വരാം.
ആരാരെ കൊല്ലും? രണ്ട് ഭാഗങ്ങൾ എന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. യെശയ്യാ പ്രവചനം 3:12. നിങ്ങളുടെ കുട്ടികൾ അവരു പീഡിപ്പിക്കപ്പെടുന്നു. ബൈബിൾ കൂടെ വെക്കണം. ഇന്ന് കേരളത്തിലെ പോസ്കോ എത്ര കേസ്? ഒരു വർഷത്തിൽ 50-ൽ പരം കേസുകൾ കേരളത്തിൽ. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഉമ്മാമ അച്ഛാ ഇതൊക്കെ കേട്ടിട്ട് ഈ ലിങ്ക് നാട്ടുകാർക്ക് കൊടുക്കണം. ബാലരാമപുരം ദേവനന്ദ എന്ന് പറയുന്നൊരു കുഞ്ഞിനെ സ്വന്തം അമ്മ 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ രാത്രി കിണറ്റിലിട്ട് കൊന്നു. ബാക്കി ഞാൻ എടുക്കുന്നില്ല. തിരുവനന്തപുരം നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലം. അത് കഴിഞ്ഞിട്ട് അടുത്തത് രണ്ടാമത്തെ കാര്യം, ഇത് എരുവം ഭരണത്തിൽ വരുന്നതിന് വേണ്ടിയാണ്. എറണാകുളം കലൂർ ഒരു പെൺകുട്ടിയും ഭർത്താവ് 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ്. ഭർത്താവ് എന്തോ വഴക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കുറേ ദിവസം വന്നില്ല. വൈരാഗ്യം തീർത്ത് കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു വന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ കവറിനകത്ത് പച്ച ബസ് കലൂരിൽ ഓടുന്ന ബസ്സിൻ്റെ മുമ്പിലോട്ട് ഒറ്റയേറി നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കേരളം. തീർന്നില്ല. എല്ലാവരും കേട്ടാട്ടച്ചായ. അടുത്തതൂടെ പറഞ്ഞു തരാം. വേണ്ടോ? കളമശ്ശേരി ഒരു ചെറുപ്പക്കാരന് ഒരു പെൺകുട്ടി 1 വയസ്സിനകത്തുള്ളൊരു ആൺകൊച്ചുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ ഭർത്താവ് കളഞ്ഞു. ഒരു പുതിയ ചെറുപ്പക്കാരനെ കിട്ടി. അവൻ വന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞെന്താണെന്നറിയോ? ഈ കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നിന്നെ ഞാൻ ഭാര്യയാക്കാം. മനസ്സിലാകുന്നവർക്കായി അവൾ വിചാരിച്ച് കുഞ്ഞ് പോകട്ടെ. ഇവർ രണ്ടുപേരോട് ഒരു ദിവസം ഉച്ചയ്ക്ക് 1 വയസ്സുള്ള കുഞ്ഞിന് നമ്മുടെ ഡോർ ഇങ്ങനെ തുറന്ന് അതിൻ്റെ കീഴിലിട്ട് ഞെക്കി. എന്നിട്ട് കുഞ്ഞ് ഏകദേശം മരിച്ചു. ആ കളമശ്ശേരി ആശുപത്രി കൊണ്ടുവന്നിട്ട് കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? കുഞ്ഞ് കഥൻ്റെ കീഴിൽ കയറിപ്പോയി. അവർക്ക് പിടികിട്ടി. പോലീസ് വന്ന് കേസെടുത്ത്. കുഞ്ഞ് മരിച്ചുപോയി. ആദ്യത്തെ ഭർത്താവിൻ്റെ നമ്പർ അവർ പല ദിവസം അന്വേഷിച്ചു, കിട്ടിയില്ല. 30 ദിവസം ഈ കുഞ്ഞിനെ മോർച്ചറി വെച്ചു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, IPS കാരൻ കേൾക്കണം. അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ അടക്കണ്ട, ഞാൻ അടക്കാം. 7000 രൂപയുടെ പെട്ടി, 3 കിലുക്ക് കുഞ്ഞിന്, ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ, മകനെ വിട. സൂര്യനെ പോലെ മുഖമുള്ള 1 വയസ്സുള്ള കുഞ്ഞിന് കളമശ്ശേരി സെമിത്തേരി കൊണ്ടടക്കിയ ഒരു IPS ഓഫീസർ. കേരളം എവിടം വരെ? അമ്മാമേ. തിരുവനന്തപുരം അരിമാനൂർ പൂവാർ CSIയിലെ മെയിൻ പ്രസംഗിയനായിരുന്നു ഞാൻ. പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറി എൻ്റെ സുഹൃത്ത്. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ കർത്താവ് വരാറായെന്ന്. ഞാൻ ചോദിച്ചു, സാറേ എന്ത് പറ്റി, ദർശനം കിട്ടിയോ? അല്ല, 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കാശാക്കി തിരുവനന്തപുരം പൂവാർ. മനസ്സിലാകുന്നവർക്കായി. എവിടാ അമ്മാമേ? അടുത്തത് കണ്ടോ? നിങ്ങളുടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. സ്ത്രീകൾ അവരെ വാഴുന്നു. മനസ്സിലാകുന്നവർക്കായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇവിടുത്തെ മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും കുറ്റം പറയരുത്. ഈ അതിജീവിതയുടെ പ്രശ്നമായിട്ട് വന്നപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അത് വായിച്ച ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാ, കരഞ്ഞു പോകുന്ന സിനിമയ്ക്കും സീരിയലിനും വേണ്ടി സ്വന്തം പെൺമക്കളെ വിറ്റ് കാശാക്കിയ കേരളം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടത്തില്ല. സ്ത്രീകൾ അവരെ വാഴുന്നു. ഇന്നത്തെ സ്ത്രീകളുടെ പ്രത്യേകത എന്താ? പണ്ട് സഭയുടെ അനുഗ്രഹ സ്ത്രീ, ഭാരത സ്ത്രീധൻ പാവശുദ്ധി. ഇന്നത്തെ സ്ത്രീകൾ മയക്കുമരുന്ന് കടത്തുന്നത് നമ്പർ 1. സന്തോഷമില്ലല്ലോ. നാളെ പത്തനംതിട്ടക്കാരി ഒരു പെൺകുട്ടി സ്ഥിരം മസ്കറ്റിൽ പോവുക. ഒരു ദിവസം പോലീസ് പിടിച്ച് 8 കോടി രൂപയാണ് മയക്കുമരുന്നാണ് കടത്തിയത്. ഉടനെ പോലീസ് പറഞ്ഞ, ആണുങ്ങൾ 2 കടത്തുള്ള സൗകര്യം, ഇത്രയും ധൈര്യം ഉണ്ടെന്നല്ല. സന്തോഷമില്ലല്ലോ. 8 കോടി രൂപയുടെ മയക്കുമരുന്ന് ഒരു സ്ത്രീ കടത്തുന്നു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു അഡ്വക്കറ്റ്, ഒരു വനിത, മകനോട് മയക്കുമരുന്ന് ബിസിനസ്. ഇന്നത്തെ മയക്കുമരുന്നിൻ്റെ MDMA മുഴുവൻ കാരിയേഴ്സ് സ്ത്രീകളായി. പണ്ട് സഭയ്ക്ക് വേണ്ടി, വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ മടങ്ങി വരിക. സ്ത്രീകൾ അവരെ വാഴുന്നു. യെശയ്യാ 3:12 വീണ്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളെ നടത്തുന്നവരാൽ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നു. ദൈവവചനത്തിൽ നിന്ന് പോയി സാത്താൻ്റെ കരങ്ങൾ മനുഷ്യനെ പിടിച്ചു തുടങ്ങി. അതാ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. അങ്ങനെയെങ്കിൽ ആരാരെ കൊല്ലും? ബൈബിൾ കൂടെ വെക്കണം. എല്ലാവരും എഴുതിക്കോണം. വീട്ടിൽ ചെന്ന് വായിച്ചോണം. മർക്കോസ് 13:12 നിന്റെ മധ്യേ അപ്പൻ മക്കളെ കൊല്ലും, മക്കൾ അപ്പനെ കൊല്ലും. കഴിയുമെങ്കിൽ അമ്മയപ്പന്മാരും എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ കൊല്ലിച്ചു കളയും. കേട്ടാട്ടെ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഒരു പയ്യൻ എത്ര പേരെ ഒറ്റയടിക്ക് തട്ടിക്കളഞ്ഞ സ്വോത്രം. മീൻ വെട്ടുന്നോലല്ലയോ ഒരു ബൈക്കിനകത്ത് വന്ന് കൊന്നത്. കേട്ടോ? തിരുവനന്തപുരം. അത് കഴിഞ്ഞിട്ട് സിറ്റി ലോഡ്ജ് തിരുവനന്തപുരം. നെടുമങ്ങാട്ടുകാരൻ ഒരു ചെറുപ്പക്കാരൻ, അടുത്ത റിസപ്ഷനിസ്റ്റ് ഒരു ഗുണ്ട 36 വെട്ടുവെട്ടിയാണ് കൊന്നത്. തീർന്നില്ല. അതിൻ്റെ ഇപ്പുറത്ത് കൈരളി ലോഡ്ജ് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്ത്. അതിൻ്റെ ഇപ്പുറത്ത് നിന്നാണ് ഞാൻ ചായ കുടിക്കുന്നത്.
കൈരളി TV ജോലിയുള്ള ഒരു ചെറുപ്പക്കാർ പേയാടുകാരി ഒരു പെങ്കൊച്ചിൻ്റെ കഴുത്ത് തല ഇങ്ങനെ അറുത്ത് മാറ്റി ഞായറാഴ്ച രാവിലെ ചൂടമ്പാലക്കാരൻ അമ്പിളി ജയൻചേട്ടൻ അറിയാം ടിപ്പർ മേടിക്കാൻ പോയി തിരുവനന്തപുരം കളിക്കാവിളെ വെച്ചാണ് ദിബുവിന് ചൂടമ്പാലക്കാരൻ അമ്പിളി ആടിന് കഴുത്തറത്തത് അയങ്കാമത്ത് ഞാൻ അവിടെ നിൽക്കുക ആ സമയത്ത് എത്ര കൊലപാതകങ്ങൾ ഈ തിരുവനന്തപുരം മലയങ്കീട് കുടിച്ചിട്ട് വന്ന അപ്പൻ മകനെ കൊന്നു കളഞ്ഞു. തീർന്നില്ല, അടുത്തത് കേക്ക്. കല്ലമ്പലത്ത് അനുശാന്തി ടെക്നോ പാർക്കിൽ കാമുകൻ നിനോ മാത്യുവിന് വേണ്ടി 3.5 വയസ്സുള്ള കുഞ്ഞിനെ അമ്മയും കൊട്ടേഷൻ കൊടുത്ത മലയാളി. തീർന്നില്ല, പാളയം CSI ചർച്ച് കാടൽ ജിൻസൺ രാജ അപ്പൻ അമ്മ ബന്ധു പെങ്ങൾ പച്ചയ്ക്ക് കൊന്നിട്ട് തീയിട്ടു. തീർന്നില്ല, ആര്യ ദേവി വട്ടിയൂർക്കാവുകാർ പാമ്പാടിക്കാരൻ നവീൻ 3 കൂടെ സാത്താനെ ആരാധിക്കുന്നവർ പച്ചയ്ക്ക് തീർത്ത് കളഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ വെള്ളറട പ്രജിത്ത് സ്വന്തം അപ്പനെ 28 കുത്തിയിട്ട് വെള്ളറട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കത്തി വെച്ചു. CI വിറച്ചു പോയി. അവൻ പറഞ്ഞ് 28 കുത്തിയെന്ന് മനസ്സിലാകുന്നവർക്കായി. എവിടാ അമ്മാമ്മേ, ബൈബിൾ ആയില്ലേ? മർക്കോസ് 13:12 നിങ്ങളുടെ മധ്യേ നിങ്ങൾ മക്കളെ കൊല്ലു, മക്കൾ അമ്മയപ്പന്മാരെയും കൊല്ലു. ഈ കണ്ട തലമുറയോട് ഇന്ന് രാത്രി എഫേസ്യ ലേഖനം 5:15-16 ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. എഫേസ്യ ലേഖനം 5:15-16 ഇവിടെ അജ്ഞാനികളായിട്ടിരിപ്പാനല്ല ജ്ഞാനികളായിട്ടത്രേ നാം നിൽക്കേണ്ടത്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. വെമ്പന്നൂർ കരമുയർത്തിയാട്ടെ. നാടൻ ഭാഷ കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ ഇനി വീട്ടിലെ അമ്മാമ്മ വെച്ചേക്കത്തില്ല, അടുക്കളയിൽ നിന്ന് പിച്ചാത്തി എടുക്കത്തില്ല. കയ്യിലിരിക്കുന്ന കത്തി എടുത്ത് തീർക്കുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി. ബദേൽ പവർ ഫസ്റ്റ് 2025 വീടിനകത്തോ റോഡിനകത്തോ ഞങ്ങളെ കേൾക്കുന്നവരെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൺവെൻഷൻ്റെ ആദ്യ രാത്രി പറയാറുണ്ട്, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമ യേശുവിൻ്റെ നാമ. അപ്പ അമ്മ പിതാവേ മാതാവേ പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏക രക്ഷക, യേശു എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതിരാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. വെമ്പന്നൂരെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പലരും പറയും എന്താ സുവിശേഷം. ചിലർ പറയും നിങ്ങളുടെ വയറ്റപ്പഴപ്പിന് വേണ്ടിയ സുവിശേഷം. ചിലർ പറയും പണ്ടത്തെ കാലത്ത് അമേരിക്കയിൽ നിന്ന് കാശ് വന്ന അതാ സുവിശേഷമെന്ന്. അമേരിക്ക അവന് വെള്ളം കുടിക്കാൻ കാശില്ല, അങ്ങോട്ട് വല്ലോ ചോദിക്കുന്നു. സ്വോത്രം. ഇത് അമേരിക്കക്കാരൻ്റെ സുവിശേഷമല്ല, ഒരു പാപിയുടെ മാനസാന്തരം. വെമ്പന്നൂർ റോഡിൽ കേൾക്കുന്നവർ, തിരുവനന്തപുരം പട്ടണത്തിൽ ചെങ്കൽച്ചൂള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. 2013 12 കാലഘട്ടത്തിൽ അവിടെ അധികം യോഗമില്ല. ഞാനും കുമാരപുരം സ്റ്റാൻലി അന്ന് അവിടെ പ്രസംഗിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത 4 പലകയിടും, കാന ഒഴുകും. അതിൻ്റെ മേളിൽ നിന്നൊരു കൊച്ചു പ്ലാറ്റുവോ ഒരു കീബോർഡ് വായിച്ചവൻ പാടും, ഞാൻ പ്രസംഗിക്കും. അന്ന് സകല ആൾക്കാർ ഞങ്ങളെ കാക്കിച്ചു തുപ്പുമായിരുന്നു പാസ്റ്ററെ. ഒരു 12-13 കൊല്ലം മുമ്പ് കാക്കിച്ചതുപ്പ് ഞങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാവരും രക്ഷപ്പെടുക. അന്നത്തെ റേറ്റ് എത്ര? കൈ വെട്ടുന്നതിന് 1 ലക്ഷം, കാല് വെട്ടുന്നതിന് 3 ലക്ഷം, മനുഷ്യനെ കൊല്ലുന്നതിന് 7 ലക്ഷം. ഇതായിരുന്നു ചെങ്കൽച്ചൂളയിലെ റേറ്റ്. മനസ്സിലാകുന്നവർക്കായി ആരും അതിനകത്ത് കയറത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അനവധി ദിവസങ്ങൾ അനവധി യോഗങ്ങൾ വെച്ചു. അന്ന് പലരെയും ഞങ്ങൾക്ക് കിട്ടി. അതിലൊന്നാ കുമാർ, അതിനുശേഷം ബൈജുവിനെ കിട്ടി, അതിനുശേഷം ഫെലിക്സിനെ കിട്ടി, അതിനുശേഷം കൊച്ചുമാനെ കിട്ടി. മനസ്സിലാകുന്നവർക്കായി എല്ലാവരും മനസ്സിലാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ചെങ്കൽച്ചൂളയിൽ ഞാൻ പ്രസംഗിക്കുക. ആലിന് ചുറ്റും പ്രസംഗിച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ നല്ല ജനവുമുണ്ട്. പല ഉദ്യോഗസ്ഥന്മാർ, മെഡിക്കൽ കോളേജ് ഡോക്ടർ വരെ കേൾക്കാൻ വന്നു. ലാസ്റ്റിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരമ്മച്ചി ഒരു ചായ എനിക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിൽക്കാതെ പ്രസംഗിച്ചല്ലേ ചായ കുടിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു അമ്മച്ചി ഏതാ? അപ്പം പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു ഞാൻ ക്രൈസ്തവ മതത്തിൽ അമ്മച്ചിയല്ല, ഞാനിവിടെ വളരെ വർഷങ്ങളായി താമസിക്കുന്നത്, പക്ഷേ ഞാൻ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കും. സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ കൈ ഉയർത്തി. ഇപ്പം എൻ്റെ മോൻ പഠിച്ച് ഖത്തറിൽ ഒരു എഞ്ചിനീയറായി. അടുത്ത വർഷം ഞാനിവിടെ കാണത്തില്ല. ഞങ്ങൾ ഊരൂട്ടമ്പലത്ത് നല്ലൊരു കെട്ടിടം വെച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി ഇതാ സുവിശേഷം. മനസ്സിലാകുന്നവർക്കായി പാപിയെ സ്നേഹിക്കുകയും പാപത്തവർക്ക് 2016 മറ്റിലോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെങ്കൽച്ചൂളയിൽ ആഞ്ഞ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അന്നൊരു ചെറുപ്പക്കാരൻ ഇതുപോലെ ഓഡിറ്റോറിയത്തിന് പുറത്ത് വയ്ക്കുന്നുള്ള നിൽക്കുക. ഞാൻ വലിയ പ്രവാചകനല്ല, നാൽബാവിൽ ദൂത് പറഞ്ഞു. അവൻ ഇങ്ങനെ പ്രസംഗം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, കുഞ്ഞ് 2 ദിവസത്തിനകം നീ ഇവിടുന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്റെ മേൽ ന്യായവിധി വരികയാണ്. സ്വോത്രം. പ്രസംഗം കഴിഞ്ഞപ്പോൾ പല ചെറുപ്പക്കാരും എന്നോട് പറഞ്ഞു, അവൻ ആരാണെന്ന് അറിയാമോ പാസ്റ്ററെ? ഞാൻ ചോദിച്ചു
ആരാ എനിക്കറിയത്തില്ല. അവനാണ് തിരുവനന്തപുരം പട്ടണത്തെ വിറപ്പിച്ച വയറൻ സെൽവൻ. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. വയറൻ സെൽവൻ. ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞേ പാസ്റ്ററെ. ഞാൻ പറഞ്ഞു അവനോട് പറയണം, ദൈവം പറഞ്ഞു 2 ദിവസത്തിന് സഹമ എന്തെങ്കിലും നടക്കുമെന്ന്. ഈ ചെറുപ്പക്കാർ പിറ്റേന്ന് അവൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറഞ്ഞ കാര്യം നിനക്കറിയാവോ, നീ സ്ഥലം വിട്ടോളാം. അപ്പോൾ അവൻ പറഞ്ഞെന്ത്, തിരുവനന്തപുരത്ത് ആരും എന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന്. മനസ്സിലാകുന്നവർക്കായി എല്ലാവരും കേൾക്കണം. 48 മണിക്കൂർ കഴിഞ്ഞു. വയറൻ സെൽവൻ മ്യൂസിയത്തിൻ്റെ ഇടയിലേക്ക് കൂടെ പോയപ്പോൾ 2 ആട്ടോ കൊണ്ടുവച്ച് ക്രോസ് ചെയ്ത് പച്ചയ്ക്ക് വെട്ടി നുറുക്കി കളഞ്ഞു തിരുവനന്തപുരം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അന്ന് അവിടെ ഇരുന്ന് ആ ചെങ്കൽച്ചൂളയിലുള്ള ഒരു വ്യക്തി പോലീസിനോട് പറഞ്ഞു, 2 ദിവസം മുമ്പ് ഒരു പാസ് ഇവിടെ പറഞ്ഞു സ്ഥലം വിട്ടോളാം. അപ്പോൾ ആ പോലീസുകാർ പറഞ്ഞു അതെങ്കിലും കേട്ടിട്ട് അവൻ എവിടെയെങ്കിലും പൊക്കൂടായിരുന്നു. മനസ്സിലാകുന്നവർക്കായി ഇന്ന് ചെങ്കൽച്ചൂളയിൽ കൈവെട്ടാൻ 50,000 1 ലക്ഷം ആട്ടി എന്നാൽ അവർ നിങ്ങൾക്കൊരു ട്രാക്ട് തരും, ചേട്ടാ വായിക്കുക. ഇന്ന് രാത്രി കാലുവെട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബൈബിള് തരും, വായിക്കുക. വേണമെങ്കിൽ ഒരു കട്ടൻ കാപ്പിയും തരും. കൊട്ടേഷൻ ടീമിനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞങ്ങൾ വേണേ ഒരു ഉപവാസത്തിന് പ്രാർത്ഥനയ്ക്കും വരാ. ഇതാ ഞങ്ങൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ വചന. ഒരു കാലത്ത് കൊട്ടേഷൻ ടീമിനകത്ത് കയ്യും കാലും വെട്ടിയ ചെങ്കൽച്ചൂളെ രാജാജി നഗറാക്കുക ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് നിന്റെ ശാപങ്ങളെ തകർത്തുകൊണ്ട് ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുക. ഞങ്ങൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. മദ്യപാനിയെ കള്ളു കുടിക്കുന്ന സഹോദര, കൈകാലുകൾ വെട്ടുന്ന കൊട്ടേഷന് പോകുന്ന സഹോദര, നിന്റെ ഭാര്യയ്ക്ക് ആരെങ്കിലും കാണുമോ വയറൻ സെൽവനെ പോലെ നിന്നെ പട്ടാപ്പകൽ വെമ്പന്നൂരോ അരുവിക്കൂരോ കുത്തിമലർത്തുവാൻ കൊട്ടേഷൻ്റെ ടീം നിൽക്കുമ്പോൾ ഇന്ന് രാത്രി അത് വിട്ട് യേശുവിലേക്ക് മടങ്ങി വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് 2026 ഒരു പുതിയ പൈതലായി യേശു അപ്പച്ചന് വേണ്ടി ഹൃദയം കൊടുത്താൽ ഇന്ന് രാത്രി മാറോടണയ്ക്കുന്ന സ്നേഹം നിന്നെ പുൽകുന്ന രാത്രിയാ. ഇന്ന് രാത്രി ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപത്ത്, മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെമ്പന്നൂരിലോ അരുവിക്കരയിലോ ഞങ്ങളെ കേൾക്കുന്ന കൊട്ടേഷനിലെ കുഞ്ഞുങ്ങളെ, കത്തിക്കുത്ത് നടത്തുന്ന കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മടങ്ങുക. നിന്റെ പിന്നിൽ നിന്റെ ഹല്ലേലൂയ കുടുംബത്തെ അനുഗ്രഹിക്കുക. സകല കൃപാലുവായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി 2ാം ഭാഗത്തിലേക്ക് കടന്നാൽ കർത്താവിൻ്റെ വരവ് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. എല്ലാവരും കേൾക്കണേ. 2 വിഭാഗങ്ങൾ പറഞ്ഞ് പാട്ട് പാടുമ്പോൾ അവസാനിക്കുക. എന്താ ലോത്തിൻ്റെ കാലം? അബ്രഹാമിൻ്റെ വീട് മമ്രയുടെ തോപ്പായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ഭക്തന്മാർ വന്നു. എല്ലാവരും കേട്ടാട്ടെ. ആ സമയത്ത് ദൈവദാസന്മാർ കാപ്പിയെല്ലാം കുടിച്ചു. അബ്രഹാം ചോദിച്ചു, എന്താ പരിപാടി? ഞങ്ങൾ സോദോമിലേക്ക് പോവാന്ന്. അപ്പോൾ അബ്രഹാം പറഞ്ഞ്, നമ്മുടെ ബഥേലിൻ്റെ ഒരു ചെറിയ കൂട്ടായ്മ അവിടെ ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പം വാട്സപ്പ് നോക്കി, ചർച്ച് രജിസ്റ്റർ നോക്കി, 40 ഇല്ല, 30 ഇല്ല, 20 ഇല്ല, 1 തമ്പേറും ഇല്ല, ലോത്തും ഇല്ല. ചർച്ച് പൂട്ടിയിട്ടേക്കോ. സ്വോത്രം. ദേശത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദേശത്ത് അനർത്ഥം വരാൻ ദൈവം അനുവദിക്കയില്ല. കാവൽക്കാര നീ മയങ്ങുന്നതെന്ത്? പറയാം. തിരുവനന്തപുരം വെള്ളറട, എല്ലാവരും കേൾക്കണം. വെള്ളറുടെ എന്നൊരു ദൈവദാസൻ യാത്രയായി. ആ ദൈവദാസൻ്റെ പേര് പാസ്റ്റർ എം പൗലോസ്. മനസ്സിലാകുന്നവർക്കായി ബാക്കിയൂടെ കേട്ടോ. അദ്ദേഹത്തിൻ്റെ രാമേശ്വരത്ത് ഒരു ചർച്ച 2024, എല്ലാവരും കേൾക്കണം. സുനാമി അടിക്കുന്ന സമയം. എന്താ സുനാമി എന്നും പറഞ്ഞുതരാം. ബാക്കിയൂടെ കേട്ടാട്ട്. സുനാമി അടിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു കൂട്ടപ്രാർത്ഥനയാണ്. രാത്രിയിൽ ദൈവാത്മാവ് സംസാരിച്ചു. ഞായറാഴ്ച രാവിലെ രാമേശ്വരത്ത് എന്തോ നടക്കാൻ പോകുന്നു. സുനാമി എന്നല്ല, ഈ സുനാമിയുടെ കാര്യം കൂടെ പറഞ്ഞുതരാം. കേട്ടണേ. ഇന്തോനേഷ്യ 2 ചെറുപ്പക്കാർ 2 മിഷണറിമാരുടെ കഴുത്തറുത്തു. ഭാഷമാരും കേട്ടോണം, ദൈവദാസന്മാർ. എന്നിട്ട് ഇങ്ങനെ മുടി തൂക്കിയിട്ട് ഇന്തോനേഷ്യ കൂടെ ബുള്ളറ്റിൽ കൊണ്ടുപോയി കാണിച്ചു, സുവിശേഷ വേല ചെയ്താൽ ഞങ്ങൾ കഴുത്തറക്കും. ബാക്കി ആ സമയത്ത് ക്രിസ്മസ് വരുന്നത്. സ്റ്റാർ തൂക്കാൻ ഇന്തോനേഷ്യ സമ്മതിച്ചില്ല. ഭരണാധികാരികളെ ചെന്ന് കണ്ടു. അവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകൾ അവർ പറഞ്ഞു, ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കണം. ഇവിടുന്ന് ദൂരെ ഒരു മലയുണ്ട്, നേരെ അവിടെ പോയി നിങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിച്ചോളാം. എല്ലാവരും കേൾക്കണേ. അപ്പോൾ അവർ ക്രിസ്മസിന് ആഘോഷം വെച്ചാൽ ഒരു ഉപവാസം വെച്ചു. 24 വെള്ളി, 25 നമ്മുടെ ശനി, 26 ഞായർ. എല്ലാവരും കേൾക്കണം. ഈ ദിവസങ്ങളിൽ വെള്ളിയും ശനിയും നല്ല കൂട്ടായ്മ. ഞായറാഴ്ച പകൽ ഒരു സംയുക്ത ആരാധന പാറയുടെ മേളിൽ. മനസ്സിലാകുന്നവർക്കായി ഇവിടെ നമ്മുടെ പുളിയറക്കോ നമ്മുടെ ഇവിടെ വിളപ്പൽശാലയുടെ മേളിൽ പാറയിലെ കൺവെൻഷനുണ്ട്, മല്ലപ്പള്ളിയിലുണ്ട് പാറയുടെ പുറത്ത്. സ്വോത്രം. അതുപോലെ കൂട്ടായ്മ. ഇവർ തമ്പേറടിച്ച് ദൈവത്തെ ആരാധിക്കുക. മലമേല ആരും കേൾക്കത്തില്ല. ആ സമയത്ത് ഇന്തോനേഷ്യയിലെ കടലിലെ അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി. ഞായറാഴ്ച പകൽ. കേട്ടോ. ഇവർക്കൊരു കുഴപ്പവും വന്നില്ല. എന്താ സംഭവിക്കുന്നതെന്നറിയാവും? മറീന ബീച്ചും അത് കഴിഞ്ഞ് ഇവിടെ സമുദ്രങ്ങൾ മുഴുവൻ 6 അടി തിരമാല.
രാമേശ്വരം പൗലോസ് മാസ്റ്റർ രാവിലെ പിള്ളേരെ വിളിച്ചു പറഞ്ഞു, മക്കളെ ബസ് എടുത്തുകൊണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് വരണം, നാളെ ഞായറാഴ്ച ഇവിടെ എന്തോ സംഭവം നടക്കാൻ പോവുക. ദൈവാത്മാവ് പറഞ്ഞ് സഭയിലെ മെമ്പേഴ്സിനെല്ലാം കൊണ്ടുവരാൻ. കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന് രാവിലെ കൂട്ടം, വൈകിട്ട് കൂട്ടം, കഞ്ഞി കൊടുത്തു. എല്ലാവരും ഡ്രസ്സുമായിട്ട് വന്ന് ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക് തമ്പേർ അടിച്ചപ്പോഴാണ് സുനാമി വരുന്നത്. പൗലോസ് പാസ്റ്ററിൻ്റെ സാക്ഷ്യം കേൾക്കണം. അവിടെ കടൽ രാമേശ്വരം ഇളകി മറിയുക, തിരമാലകൾ, കൽക്കട്ടുകൾ തകരുക. എന്നാൽ ആ ചർച്ചിൻ്റെ അകത്തൊരു തുള്ളി വെള്ളം കയറാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി ദേശമേ ഇടിവിൽ നിൽക്കാൻ ആരുണ്ട്? കരമുയർത്തിപ്പറ. ആരാധിക്കുന്നവൻ ഒരനർത്ഥം വരികയില്ല, ഒരു ബാധ അവൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല, മുട്ടുമടക്കുന്നവനെ തകർക്കാൻ തിരമാലയ്ക്ക് കഴിയുകയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്തി പറയാം, എൻ്റെ വശത്ത് 1000 പേര്, എൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും. 2026 കരമുയർത്തി പറ, അതെന്നോട് അടുത്ത് വരികയില്ല. അരുവിക്കര ഡാം തകരട്ടെ, നിന്റെ വീട് വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ സ്വർഗത്തിലെ ദൈവം. ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴട്ടെ. അച്ചായ കരമുരയത്തി പറ, ഈ യോബിൻ്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം 2026 എന്നെ കാക്ക. സ്വോത്രം. ആരാധിക്കുന്നവന് ഞാൻ ഇന്നിവിടെ പറയാ, വെമ്പന്നൂർ പറയാം, വെമ്പന്നൂർ ഒരു വലിയ അപകടമുണ്ടാകുന്നതിന് മുമ്പ് മുട്ടുമടക്കുന്നവനോട് ദൈവം സംസാരിക്കും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. പൗലോസ് മാസ്റ്റർ ജീവിതത്തിൽ മാത്രമല്ല, എന്താ സംഭവിച്ചത്? അപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. ലോത്ത് നമ്മുടെ ബഥേൽ ഫസ്റ്റിൻ്റെ കൂടെ നിന്നവനാ, ട്രാക്റ്റും കൊടുത്തതാ, ആ ജയിൽ സന്ദർശനം നടത്തി BBSന് ചായയൊക്കെ ഇട്ട് കൊടുത്തതാ. അപ്പം പിന്നെ ദൈവാശമാർ പറഞ്ഞ് ഞങ്ങൾ നേരെ സോതോമിലോട്ട് പോവാം. എല്ലാവരും കേട്ടാട്ടെ. നേരെ സോതോമിൽ ചെന്നപ്പോൾ ഉണ്ട്, ലോത്തിൻ്റെ വീട്ടിലാണ് ചെന്ന്. അമ്മാമ്മ അകത്തും അച്ചായൻ പുറത്തും. സന്തോഷമില്ലല്ലോ? ചേച്ചി അകത്തും ചേട്ടൻ പുറത്തും. നമ്മുടെ കാലം ലോത്തിൻ്റെ കാലം പോലെ മിണ്ടിക്കഴിഞ്ഞാൽ എല്ലാം കേസുമായി. മിണ്ടാതിരിക്കണം. സ്വോത്രം. ചേട്ടന്മാർ സഹിഷ്ണുതയോടെ ഇരിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് എന്താ, ഉടനെ 4 കാര്യം പറഞ്ഞു. ലോത്തിനെ പിള്ളേരെയും വിളിച്ചിട്ട്, ഈ പ്രദേശത്ത് നിൽക്കരുത്, പർവ്വതത്തിലേക്ക് ഓടണം, തിരിഞ്ഞു നോക്കരുത്, രക്ഷയ്ക്കായി പുറത്ത് വരണം. അപ്പോൾ ലോത്ത് ഈ അന്ത്യകാല സംഭവങ്ങളെല്ലാം കേട്ടോണ്ട് സഹോദരിയോട് പറഞ്ഞ് പെട്ടെന്ന് സാരിയൊക്കെ കൊടുക്കുക. കുഞ്ഞുങ്ങളോട് പറഞ്ഞു ചുരിദാറിട്ട് വൈഫൈയൊക്കെ ഓഫ് ചെയ്യും. ലോത്തിൻ്റെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, കമാൻഡർ ജീപ്പ്. മനസ്സിലാക്കുന്നവർക്കായി പണ്ടത്തെ മഹീന്ദ്രയാണ്. പെട്ടെന്ന് സ്റ്റാർട്ടാക്കി നേരെ എടുത്തിട്ട്, കുഞ്ഞുങ്ങൾ നല്ല അനുസരണമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അനിമയാണ് പെൺകുളന്തകൾ. അവർ പിന്നാടിയെ ഒക്കാരുന്നു. നല്ല ഒറ്റ ചാട്ടം. സോദരം. അമ്മാമ്മ അങ്ങനെ വരാൻ സാധ്യതയില്ല. ലോത്ത് പറഞ്ഞു, സിസ്റ്റർ സമയം പോകുന്നു, അച്ചായം വെയിറ്റ് ചെയ്യുക. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. അമ്മാമ്മയെ സ്വതവും വിടുന്നില്ല. 1, പോത്തീസിന്ന് മേടിച്ച സാരി ഇതുവരെ കുമ്പനാട് കൺവെൻഷൻ ഉടുത്തിട്ടില്ല. 2, ഇപ്പോഴാ ഓണത്തിൻ്റെ ഓഫറിന് ആപ്പിളിൻ്റെ നല്ല 70,000 വന്നതേ ഉള്ളൂ. വൈഫൈ ഇട്ടിട്ട് എല്ലാ ആപ്ലിക്കൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. എഴുന്നേക്കാൻ പറ്റുമോ? 3, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്നറിയാം? നമ്മുടെ കാട്ടാക്കട ബിസ്മയെന്ന് കൊണ്ടുവന്ന് ഐസ്ക്രീം ഇടയ്ക്കിടയ്ക്ക് നക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി. പിന്നെ കുക്കറിനകത്ത് 12 ചിക്കൻ കാല് വൈകിട്ട് മഞ്ചൂരി ഉണ്ടാക്കാൻ. എങ്കിലും ലോത്ത് വലിച്ചു കയറ്റി. പറഞ്ഞുതരാം. സോവയറിലേക്കാണ് പോകുന്നത്. പാറശാല, ഇഞ്ചിവിള കേരളം, അത് കഴിഞ്ഞ് തമിഴ്നാട്. ഇഞ്ചിവിള കളിക്കാളം എത്തിയപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് ചവിട്ടിയാട്ടോ അച്ചായൻ വിചാരിച്ച് എന്തെങ്കിലും പ്രാഥമിക കാര്യത്തിനാണ്, നാടൻ ഭാഷ. അച്ചായൻ ഒരു ചവിട്ടി. അമ്മാമ്മ കളിക്കാവിളയിലോട്ടല്ല നോക്കിയത്, നേരെ പാറശാലയ്ക്ക്. അമ്മാമ്മ വിട്ടിട്ട് സ്വതം വിട്ടില്ല. ഇങ്ങനെ പോയപടി ലോത്ത് ഗ്ലാസ് നോക്കിയപ്പോൾ ഒരു ഉപ്പുതൂട്. ഞങ്ങളുടെ ഭാഷയിൽ ലോത്ത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അവിടെ പോയവള് പോയി, നമുക്ക് പോകാം. ഫസ്റ്റ് ഗിയർ ഒറ്റ കിടക്ക നേരെ മാർത്താണ്ഡത്തേക്ക്. സ്വോത്രം. ഇതിൻ്റെ പേരാ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവേ. അങ്ങനെയെങ്കിൽ ലോത്ത് സോതോമിൽ നിന്നവരെ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയില്ല. ലോത്ത് സോവയറിൽ ഇറങ്ങിയപ്പോൾ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ലോത്തിനെയും കുഞ്ഞുങ്ങളെയും പിടിച്ചു കൊണ്ടുപോകാൻ സ്വർഗത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയെങ്കിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരു തീ ഇറങ്ങത്തില്ല. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പോയാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങും. മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവേ. ഇന്ന് രാത്രി അമേരിക്കയിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങിയോ? ബാക്കിയൂടെ പറഞ്ഞുതരാം. 2024 ജനുവരി മാസം 5-ാം തീയതി പച്ചയ്ക്ക് പറയാം. സഹോദരന്മാർ ഇവിടെ ഇരിക്കുക, പറയുന്നത് എനിക്കൊരു മടിയില്ല. ചുട്ടിപ്പാവാട് ഇവിടുത്തെ 2 കുഞ്ഞുങ്ങൾ അമേരിക്കയിലെ സിനിമ അവാർഡ് ദാനം, അതാ ഹോളിവുഡ് അവാർഡ് ദാനത്തെ ഇങ്ങനെ പറയുക, ഹൂ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗാഡ്. ആരാ പറഞ്ഞ ദൈവ ഭൂമി ഉണ്ടാക്കി? അല്ല, ഇതൊരു പ്രതിഭാസമാണ്. അവളുകൾ പറഞ്ഞു തീർന്നു. 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ കാട്ടുതീ. ലോസ് ആഞ്ചലസിൽ ബഥേലിൽ ഇന്ന് ഈ കൺവെൻഷൻ നടക്കുമ്പോൾ 48,000 ഏക്കർ കത്തി, 28,000 വീടുകൾ കത്തിപ്പോയി, 28 പേർ തീക്കകത്ത് വെന്തു മരിച്ചു. ദൈവത്തിന് തീ വെക്കാൻ അമേരിക്കയുടെ ആറ്റമായുധമൊന്നും വേണ്ട. ബൈബിളിനകത്തുണ്ടോ?
നമ്മുടെ ദൈവം ആര്? എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം ബൈബിൾ കൂടെ വെക്കണം. അതാ ഇപ്പോൾ അമേരിക്കയിൽ നടന്നത്. നമ്മുടെ ദൈവമോ ദഹിപ്പിക്കുന്ന അഗ്നി അത്രേ. കരമുയർത്തുന്നവർക്കായി അവൻ അമേരിക്കയുടെ തീയൊന്നും വേണ്ട, ബ്രിട്ടൻ്റെ ആറ്റമായുധം വേണ്ട. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന് കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ്റെ വരവിൽ, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. ഇന്ന് രാത്രി 2 കാര്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ച് കാട്ടിത്തന്നു. വിവാഹമില്ലാത്ത കാലം, മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലം. ഇത് ദുഷ്കാലമായി. അമേരിക്കയിൽ ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങി. ലോത്തിനെയും കുഞ്ഞുങ്ങളെയും കരങ്ങൾ പിടിച്ചതുപോലെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ നിത്യതയിൽ ചേർക്കാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. പ്രസംഗം അവസാനിച്ചില്ല. ഈ കാലത്തെ കണ്ടിട്ട് യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞു. അതിനു മുമ്പ് ഇന്ന് രാത്രി 2025 നാം നിൽക്കുന്നത്. 1910 അമേരിക്കയിൽ നിന്നൊരു കപ്പൽ പോയി. എല്ലാവരും കേൾക്കണം, ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേ ഇറങ്ങാവൂ. അമേരിക്കയിൽ നിന്നൊരു ലണ്ടനിൽ നിന്നൊരു കപ്പൽ പോയി. കപ്പലിൻ്റെ പേര് ടൈറ്റാനിക്. അതിൻ്റെ പ്രത്യേകത 50,000 ഹോഴ്സ് പവർ അതിൻ്റെ എൻജിൻ. അതിൻ്റെ പ്രത്യേകത വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയാണ്. അവർ പറഞ്ഞത് ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. 2224 കിലോമീറ്റർ സദാം തണ്ടൻ ടു ന്യൂയോർക്ക്. 4 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 14 മഞ്ഞുമല അരുവിക്കര വെള്ളം നിൽക്കുന്ന പോലെ മല. ക്യാപ്റ്റനോട് പറഞ്ഞു, സ്മിത്തിനോട് പറഞ്ഞു, സാർ വഴി മാറ്റിവിട്. സാറ് പറഞ്ഞു, മിണ്ടരുത്, ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ കഴിയത്തില്ല. 4-ാം ദിവസം ആയിരങ്ങളുമായി പാഞ്ഞ കപ്പൽ. ലണ്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി പറഞ്ഞു, കപ്പൽ തകരത്തില്ലെന്ന് പറഞ്ഞ് കപ്പൽ എവിടെ പോയി? മഞ്ഞുമലയിൽ തിടിച്ച് തകർന്നു പോയി. ഇന്ന് രാത്രി അനവധി പ്രസംഗം കേട്ട് എനിക്കൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ വീടിനൊന്നും സംഭവിക്കത്തില്ലെന്നും പറഞ്ഞ് നിൻ്റെ പാരമ്പര്യത്തിനകത്ത് നിന്ന് പോയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നിൻ്റെ പെട്ടകം തകർന്നു പോകും. അതിനുമ്പ് രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കണം. അതിൽ ഒറ്റ സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനകത്തൊരു ഇംഗ്ലീഷുകാരനുണ്ടായിരുന്നു. അവൻ്റെ പുസ്തകം ഞാൻ വായിച്ചു. ഗീവിങ് എ ലൈഫ് ജാക്കറ്റ്, ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. ഒരു ലൈഫ് ജാക്കറ്റ് എനിക്ക് 2ാമത് ജീവിതം തന്നു. ചേട്ടന്മാർ ചേച്ചിമാർ കേട്ടെ, കപ്പൽ തകർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ 5ാമത്തെ നിലയിൽ ചപ്പാത്തി തിന്നുക. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സംഭവമുണ്ട്, അവൻ്റെ കിടക്കേടടി $1,00,000 ഇരിപ്പുണ്ട്. പെതിയെ പോയി കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അവൻ താഴെ ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, മകനെ, നീ പണമെടുത്താൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. കപ്പൽ താഴുക, ഉപ്പുവെള്ളത്തിൽ നീ പണമായിട്ട് താഴും. അപ്പോൾ അവന് തോന്നി മേളിലേക്ക് കയറാം. മേളിൽ കയറി പണത്തെ അവൻ മറന്നു. കിടക്കുന്ന മെസ്സിൻ്റെ അടുത്ത്, ചപ്പാത്തി പലകയുടെ അടുത്ത് നല്ല ലൈഫ് ജാക്കറ്റ്. അവനത് നോക്കിയപ്പോൾ ഉള്ളിലൊരു പ്രേരണ, ഇതെടുത്ത് ഞാൻ ചാടിയാൽ ആരോ അവനെ തള്ളുക, ഇതെടുത്ത് ചാടിയാൽ എനിക്കൊരു ലൈഫ് ജാക്കറ്റ് കിട്ടി ചാടിയാൽ എവിടുന്നെങ്കിലും സ്പീഡ് ബോട്ട് വന്ന് രക്ഷപ്പെടും. ചേട്ടാ ചേച്ചി, എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ചെറുപ്പക്കാരൻ ഈ ലൈഫ് ജാക്കറ്റ് എടുത്ത് ഒറ്റ ചാട്ടം 15 മിനിറ്റ് കടലിൽ നീന്തി ബോട്ട് വന്ന് രക്ഷപ്പെടുത്തി. അവൻ എഴുതിയ പുസ്തകമാ എ ലൈഫ് ജാക്കറ്റ് ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. ഒരു ലൈഫ് ജാക്കറ്റ്. അവൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നാട്ടുകാർ കേൾക്കണം, അരുവിക്കരക്കാർ. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ഞാൻ $1,00,000 തേടി താഴെ ഇറങ്ങിയെങ്കിൽ ഞാനും പോവും, എൻ്റെ പണവും പോവും. പക്ഷേ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടെങ്കിൽ, ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ ബഥേൽ പവർ ഫെസ്റ്റ് 2025 ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങളിവിടെ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. വീതിക്കകത്തോ തെരുക്കോണിനകത്തോ ഇന്ന് രാത്രി ഇതുവരെയും കർത്താവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വന്ന് സ്വീകരിക്കുക. മനസ്സിലാകുന്നവർക്കായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എല്ലാവരും കേട്ടാട്ടെ. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി. എന്താ യേശുവിൻ്റെ ക്രൂശീകരണം? പച്ച പൈൻമരത്തിൻ്റെ ക്രൂശിനകത്താണ് യേശുവിനെ തൂക്കിയത്. 156 മുള്ളുള്ള കിരീടം, 39 അടി, പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറ്, വാളച്ചൂട്ട, എന്താ തകർന്ന ശരീരമാണ്. ഒരെഴുത്തുണ്ടായിരുന്നു. എന്താ എഴുത്ത്? യഹൂദന്മാരുടെ രാജാവ്. 2 കള്ളന്മാർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിലൊരു കള്ളൻ ഒരു കാര്യം ചെയ്തു. എന്താ? യേശുവിനോട് പറഞ്ഞു, പ്ലാടനപ്പെടുന്നതിനെപ്പെട്ട് നീ താഴെ ഇറങ്ങ്, ഞങ്ങളെ ഇറക്കാൻ. മനസ്സിലാകുന്നവർക്കായി. മറ്റേ കള്ള ഇത് കേട്ട്
അവനോട് പറഞ്ഞു, നീ മിണ്ടരുത്. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. നമ്മളോ വെഞ്ഞാറമൂട്, വെമ്പായം, തിരുവനന്തപുരം, ഓക്സിജൻ, പിട്ടാപ്പള്ളി, ജോയി ആലിക്കാസ് എല്ലാം കുത്തി തുറന്നവർ. സന്തോഷമില്ലല്ലോ. അതെല്ലാം അവൻ പറഞ്ഞ് നമുക്ക് സ്വാഭാവികമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം കള്ളം വിചാരിച്ച് യേശുവിൻ്റെ മുഖത്തൊന്ന് നോക്കാമെന്ന്. ഇന്ന് രാത്രി അവൻ്റെ മുഖത്ത് നോക്കിയവർ സകലരും പ്രകാശിതരായി. ഇതാ സുവിശേഷ പ്രസംഗം. കള്ളം പറഞ്ഞു. കള്ളൻ്റെ ഈ വെളിപ്പാട് അന്നേരമാണ് കിട്ടുന്നത്. ചുമ്മാതിരുന്ന് പ്രാർത്ഥിച്ചെന്നല്ല, കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് കർത്താവെ ഒരു വെളിപ്പാട് എനിക്ക് തരണമെന്ന് അങ്ങോട്ട് പറയണം. സ്വോത്രം. യേശുവിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ് നിനക്ക് വെളിപ്പാട് കിട്ടുന്നത്. കള്ളം നോക്കി, കള്ളന് പിടികിട്ടിയവൻ തീരത്തില്ല. രാജാക്കന്മാരുടെ രാജാവായി വരും. കള്ളം പറഞ്ഞെന്തോ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെ ഓർക്കണേ. ഇതാ സുവിശേഷ പ്രസംഗം മനസ്സിലാകുന്നവർക്കായി. അയ്യോ കള്ളം പറഞ്ഞില്ല, ഞാൻ ആരുന്നേ പറഞ്ഞേനെ, യേശുവേ എനിക്കൊരു 34 ലക്ഷം രൂപയുടെ ഇന്നോവ അമേരിക്കയിലേക്ക് ഒരു വിസയും തരണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർമാരെങ്ങാനും അന്നേ പറഞ്ഞാൽ ഒരുത്ത സഭയിൽ ചേരാൻ വരും പറഞ്ഞാൽ ഞങ്ങൾ നോക്കട്ടെ, സെൻട്രൽ അപ്പച്ചൻ നോക്കട്ടെ, കേന്ദ്രത്തിൽ അയക്കട്ടെ, സെക്രട്ടറി ഒപ്പിടട്ടെ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒരു മണ്ണാങ്കട്ടയും വേണ്ട. നീ വചനം കേട്ടിട്ട് ഇന്ന് രാത്രി കാൽവറിയിലേക്ക് നോക്കി, ഞാനൊരു മദ്യപാനിയാ, ഞാനൊരു കള്ളുകുടിയനാ, ഞാനൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ, ഈ പാപിയായ എന്നെ ഓർക്കണേ. ഇതാച്ചാ സൂചിച്ചാട്ട പ്രസംഗം. കർത്താവിൻ്റെ വരവടെ നിൽക്കട്ടെ. യേശു അവൻ്റെ നിറം നോക്കിയില്ല, ഗുണം നോക്കിയില്ല, മണം നോക്കിയില്ല, ഞങ്ങളെപ്പോലെ കീശയിലെ കാശ് നോക്കിയില്ല, അത് കഴിഞ്ഞിട്ട് BA ഡോക്ടറേറ്റ് ഉണ്ടോ നോക്കിയില്ല, അവൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കിയില്ല, കാട്ടാക്കട കോടതി എത്ര കേസുണ്ട്, നെടുമങ്ങാട് FIR ഒന്നും നോക്കിയില്ല. പാപിയോട് യേശു പറഞ്ഞത്, ഞാൻ മടങ്ങി വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കുക. 2025 വെമ്പന്നൂര് കൺവെൻഷനകത്ത് ഇന്ന് രാത്രി താങ്കൾ ഒരു പാപിയാണോ? കാൽവറി മല താങ്കൾക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ യേശു തൂങ്ങിക്കിടക്കുന്നു. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ഒരു വാക്ക് പറ, ഞാനൊരു പാപിയാണേ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി എത്ര പ്രത്യാശയുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്ത്, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ അത് ദൈവശക്തിയാകുന്നു. മനസ്സിലാകുന്നവർക്ക് ഈ രാത്രി അവസാനിപ്പിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ടൈറ്റാനിക്കിനെ പറഞ്ഞുകൊണ്ട് വന്നു. സ്വോത്രം. ടൈറ്റാനിക്കിൻ്റെ ഒരു കഥ കൂടി പറയാം, ഒരു വാക്കുകൂടെ പറയുമ്പോൾ അവസാനിക്കുക. ടൈറ്റാനിക്കിൻ്റെ എന്താ ഒരു കഥ? കഴിഞ്ഞ ദിവസങ്ങളിൽ 2025 ഒരു സംഭവം ഉണ്ടായി. എല്ലാവരും കേട്ടാട്ടെ. പുതുവർഷത്തിലേക്ക് നാം കയറുന്നുണ്ട്. ടൈറ്റാനിക് കപ്പലിൻ്റെ ആ ഇരുമ്പിനെ അന്വേഷിച്ച് 4 ധനവാന്മാർ പോയി. എല്ലാവരും കേൾക്കണം. 1 ഒരു അമേരിക്ക, 2 കാനഡ, 3 ദുബായ്, 4 പാകിസ്ഥാൻകാർ. അവന്മാർ പോയത് ഓഷ്യൻ ടൈറ്റാനിക്. ഒരു പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടുത്ത് ചെന്നപ്പം അത് പൊട്ടിപ്പോയി. എല്ലാവരും പ്രാർത്ഥിച്ചു. ബൈബിൾ ക്ലിയറാ. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടൊന്നും കൊണ്ടുവന്നില്ല. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ കേട്ടാട്ടെ, അത് അവർ ധനവാന്മാർ തീർന്നു. ബാക്കി ഒരു കഥ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഒരമ്മ, 4 കുഞ്ഞുങ്ങൾ. എല്ലാവരും കേൾക്കണം. മൂത്തത് 14 വയസ്സുള്ള മോൾ, 2 11 വയസ്സുള്ള കുഞ്ഞ്, 3 9 വയസ്സുള്ള പെൺകുട്ടി, 4 1.5 വയസ്സുള്ള ആൺകുഞ്ഞ്. ഇവർ 5 പേരുടെ രാത്രി കൊച്ചു വിമാനം സെസ്ന തിരുവനന്തപുരത്ത് പറക്കുന്ന വിമാനം അപ്പനെ തേടി പോയതാ. രാത്രി കാലാവസ്ഥ പ്രതികൂലം, വിമാനം തകർന്ന് വീണുപോയി. കുഞ്ഞുങ്ങൾ തെറിച്ചു, പൈലറ്റും മരിച്ചു, പിന്നെ ഈ അമ്മയും മരിച്ചു. അയ്യോ, ആ പെരുങ്കാട്ടിൽ നിന്നിട്ട് രക്ഷയുണ്ടോ? 2 ഡെഡ് ബോഡിയും കളഞ്ഞ് ആ കുഞ്ഞുങ്ങൾ 4 പേര് യാത്രയായി. എല്ലാവരും കേൾക്കണേ. ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിലെടുത്ത് നടത്തി. എത്ര ദിവസം? 40 ദിവസം. കൊളംബിയൻ കാട്. എല്ലാവരും കേൾക്കണം. 40-ാം ദിവസം ആയപ്പോൾ ഇവർ വനത്തിൻ്റെ അടുത്തൂടെ നടന്നപ്പോൾ മിലിറ്ററിക്കാർ റോന്തി ഉറ്റുക. അവരെവിടുന്നോ ശബ്ദം കേട്ടു, ഓടി വന്നു. ഈ 4 കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? അവരെ ആശുപത്രി കൊണ്ടുപോയി. മെഡിക്കൽ ട്രിപ്പ് ICU കൊടുത്തു. എല്ലാവരും കേൾക്കണം. 14-കാരിയുടെ ട്രിപ്പ്, 11-ൻ്റെ ട്രിപ്പ്, 9-ൻ്റെ ട്രിപ്പ്, 1.5 വയസ്സുള്ള ആൺകൊച്ചൻ ട്രിപ്പിൽ കിടക്കുക. BBC-ക്കാർ അറിഞ്ഞു. ഒരു പെൺകുട്ടി ഓടി മിലിറ്ററി ആശുപത്രി വന്നു. അവിടുത്തെ പട്ടാള കേണലിനോട് പറഞ്ഞു, സാർ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം. അവർ പറഞ്ഞ് സമ്മതിക്കത്തില്ല, 40 ദിവസമായിട്ട് കുഞ്ഞുങ്ങൾ പട്ടിണിയാണ് കടന്ന് വന്നതാ. അവസാനം ആ പെൺകുട്ടി പറഞ്ഞു, ആ മൂത്ത പെൺകൊച്ചിനോട് 2 മിനിറ്റ് ചോദിക്കണം, ഇതൊരു മിറക്കിള 40 ദിവസം വനാന്തരത്തിൽ കറങ്ങിയതല്ലയോ? എന്നാ പറഞ്ഞ് 2 മിനിറ്റ്. അവിടെ ചെന്നിട്ട് മൂത്ത പെൺകൊച്ചിനോട് ഈ BBC ലേഖ വെച്ച്, ആമസോൺ ഫോറസ്റ്റ്, ഈവനിങ് ഹെവി റെയിൻ ആൻഡ് സൈമിൾട്ടേനിയസ് സ്നേക്ക്, വൈകിട്ട് ഭയങ്കര മഴ, കൊത്തുന്ന പാമ്പുമുണ്ട്. ലാസ്റ്റ് 14 days ഹൂ ഈസ് റൂട്ടഡ് ആറ്റ് ദ ഫോറസ്റ്റ്. 40 ദിവസം നിങ്ങളെ ആര് വഴി നടത്തി? ട്രിപ്പ് കയറുമ്പോൾ
ചേട്ടന്മാർ ചേച്ചിമാർ കേട്ടാട്ടെ. ആ പെങ്കൊച്ച് പറയാം, മാം ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ആൻ അൺസീൻ പവർ, ഉയരത്തിലെ ഒരു ശക്തി ഞങ്ങൾ 40 ദിവസം പിടിച്ചു നടത്തി. ഇന്ന് രാത്രി 4 ധനവാന്മാർ സമുദ്രത്തിൻ്റെ അടിയിൽ വീണപ്പോൾ 4 പിഞ്ചു കുഞ്ഞുങ്ങൾ 40 ദിവസം വനാന്തരത്തിൽ പിടിച്ചു നടത്തുവാൻ ദൈവത്തിൻ്റെ കരമിറങ്ങിയെങ്കിൽ 2026 നിന്നെ കരം പിടിച്ച് നടത്തുവാൻ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, യോഹന്നാൻ 9:4 ബൈബിൾ എടുത്ത് നിങ്ങൾ വെച്ചോണം, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഈ വർഷത്തെ ബഥേലിൻ്റെ കൺവെൻഷനാണ്. പുതുവർഷത്തിൽ ഇവിടുന്ന് ഒരു തീരുമാനമെടുക്കണം. ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ യേശുവിനെ പറ്റി പറയണം. സന്തോഷമില്ലല്ലോ? ഇന്നിത് കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ പേരൂർക്കട, തിരുവനന്തപുരം സിറ്റിയിലെ 100 വാർഡിലെ പരസ്യയോഗം. അപ്പോൾ നാളെ രാവിലെ സ്റ്റാർട്ടിങ് പേരൂർക്കട ഞാൻ പ്രസംഗിച്ചുകൊണ്ടാണ് പരസ്യവും തുടങ്ങുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ. സ്റ്റേജ് പ്രസംഗിക്കുന്ന വിചാരിച്ച് പേരൂർക്കട പ്രസംഗിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളൊരു കോസും പറയേണ്ട, ഒരു CSI പറയേണ്ട, ഒരു കത്തോലിക്കയും പറയേണ്ട. ഇന്ന് രാത്രി 2026 ഇന്നത്തെ കൺവെൻഷൻ കേൾക്കുന്ന, ഓൺലൈൻ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, ഒന്നിയിൽ ഒരു ട്രാക്ട് കൊടുക്കും, അല്ലേ ഒരാളോടെങ്കിലും അടുത്ത വർഷം പറയും, എന്നെ ഇന്ന നിലയിൽ കൊണ്ടുവന്നത് യേശുവാ, കരമുയർത്തുന്നവർക്കായി എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യും. യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. ഈ കാര്യങ്ങൾ കണ്ടിട്ടാ അപ്പൻ മക്കളെ, മക്കൾ അപ്പനെ കൊല്ലും, കല്യാണമില്ലാത്ത കാലം, ആകാശത്ത് നിന്ന് തീയിറങ്ങും. യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. എന്നാൽ ബഥേലിൻ്റെ കൺവെൻഷൻ്റെ ആദ്യ രാത്രി, ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയര് തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ പ്രിയന്റെ വരവിൽ നാം എടുക്കപ്പെടാറായി. അരുവിക്കരയെ, വെമ്പന്നൂരെ, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു വരാറായി. അവസാന ഭാഗം, ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. ആരെ? കാറൽ മാർഷും ഏംഗൽസും ബ്രിട്ടനിൽ കിടപ്പുണ്ട്, ലെനിനും സ്റ്റാലിനും റഷ്യയിൽ കിടപ്പുണ്ട്, നമ്മുടെ രാജീവ് ഗാന്ധിയും ഇന്ദിരാജിയും, അത് കഴിഞ്ഞിട്ട് മഹാത്മജി, ചാച്ചാജി എവിടെ കിടക്കുന്നതെന്നറിയാമോ? പറഞ്ഞു തരാം മക്കളെ, ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ കിടക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി അരുവിക്കരയോടും ബെമ്പന്നൂരിനോട് ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷകളിൽ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല. ഇന്ന് രാത്രി മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ വെമ്പന്നൂര് തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് മടങ്ങി വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗത്തിൻ്റെ അവസാനം വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു തീരുമാനം ഇതുവരെ ദൈവസന്നിധിയിൽ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം. ഇന്ന് രാത്രി വെമ്പന്നൂരിനോടും അരുവിക്കരയോട് സത്യസുവിശേഷം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം വരും, കോട്ടയ്ക്കകത്ത് മരണം വരും, കുടിലായാലും മരണം വരും, ധനവാനായാലും മരണം വരും, ദരിദ്രനായാലും മരണം വരും. ഈ പ്രസംഗിക്കുന്ന ഞങ്ങൾ മരിക്കാം. രാത്രി വണ്ടി യാത്രയെ മരിക്കാം, കപ്പക്കാലയിൽ മരിക്കാം, കപലയിൽ മരിക്കാം, ക്യാൻസറിൽ മരിക്കാം, ട്യൂമറിൽ മരിക്കാം, അറ്റാക്കിൽ മരിക്കാം. എന്നാൽ ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ലാസറിനെ വിളിച്ചുയർത്തിയവൻ ഒരു കാലത്തെ നാളിൽ വെളിപ്പെടുമ്പോൾ ആ ഗംഭീരനാദത്തിൽ ഞങ്ങൾ ഉയർക്ക്. അരുവിക്കര കേൾക്കാൻ പോകുന്നു കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, സകലരും കരയട്ടെ, പ്രതിഫലവുമായി കാന്തൻ വരും. സഹോദരങ്ങളെ, 3 ദിവസങ്ങളിലൂടെ യോഗം നടക്കുന്നു. ഞങ്ങളൊരു മതത്തിൻ്റെ പ്രസംഗമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്, നിങ്ങളെ അക്കരെ നാട്ടിലെത്തിക്കുന്ന നിത്യതയുടെ പ്രസംഗമായി ഈ രാത്രിയും കേൾക്കുന്നത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കുക. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാലം തീരാറായി,
അപ്പൻ മക്കളെ കൊല്ലുന്നു. ഇതൊരു ദുഷ്കാലം. കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. കൊട്ടേഷൻ ടീമുകൾ പെരുകുന്നു. വിഭാഗമില്ലാത്ത കാലം. ലോത്തിന്റെ കാലത്തെ കണക്ക് തീയിറങ്ങിയൊരു കാലം. ഇനി വരുവാനുള്ളവൻ വരും കാലമേറെയില്ല. വലതുകരം ഉയർത്തിപ്പിടിക്കാം. എല്ലാവർക്കും വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗം അരുവിക്കരയിലെ കൺവെൻഷനെ അനുഗ്രഹിക്കട്ടെ. വെമ്പന്നൂരിൽ 2025 ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. വെമ്പന്നൂര് അവൻ പരിശുദ്ധാത്മാവിനെ പകരുന്നു. നാളെ അവൻ രാജാതിരാജാവായി മടങ്ങി വരുന്നു. വെമ്പന്നൂര്, അരുവിക്കരേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.